ദുഷ്പ്രചരണം നടത്തുന്നത്. പിരിവ് നടത്തുന്ന ആൾ അങ്ങനെ ഒരു സ്വഭാവക്കാരനാണെങ്കിൽ എല്ലാ സ്ഥലത്തും അത് നടത്തും. അതിന് സ്വദേശമെന്നോ വിദേശമെന്നോ ഉള്ള യാതൊരു വ്യത്യാസവും ഉണ്ടാവുകയില്ല. സാധാരണ നമ്മൾ പറയാറില്ലേ, മുളയിലറിയാം മുളക്കരുത്ത് എന്ന്. എന്നെപ്പറ്റി ആ നിലക്ക് നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ നാട്ടിൽ വന്ന് ചോദിച്ചാൽ മതി. 101% കളങ്കരഹിതമായ കൈകളുമായിട്ടാണ് ഞാൻ ഈ ചെയർമാൻ സ്ഥാനം ഇപ്പോൾ ഒഴിയുന്നത്. നിങ്ങൾക്കറിയാം, വിജയഭേരി വിദ്യാഭ്യാസ പദ്ധതി നമ്മളുടെ ജില്ലയുടെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുന്നതിൽ വളരെ സ്തുത്യർഹമായ പങ്കുവഹിച്ചൊരു പദ്ധതിയാണ്. ആ പദ്ധതിക്ക് നേതൃത്വം നൽകാൻ എനിക്ക് ഭാഗ്യം സിദ്ധിച്ചതിൽ ഞാൻ എന്നും അഭിമാനമുള്ളവനാണ്. എനിക്കേറെ അക്കാര്യത്തിൽ സന്തോഷമുണ്ട്. വിജയഭേരിയുടെ വിജയത്തിനു വേണ്ടി പ്രവർത്തിച്ച അധ്യാപക സുഹൃത്തുക്കളെയും രക്ഷാകർതൃ സമിതികളെയും സന്നദ്ധ സംഘടനകളെയും ഞാൻ ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നു. പൊതുവിദ്യാഭ്യാസത്തിൻ്റെ ശാക്തീകരണം എന്നുള്ളത് സംസ്ഥാന വിദ്യാഭ്യാസ നയത്തിൽ നിന്ന് ഭിന്നമായി മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അംഗീകരിച്ചു മുന്നോട്ട് പോയതിൽ തീർച്ചയായും ഞങ്ങൾക്കൊക്കെ ഉള്ള പങ്ക് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. സത്യസന്ധമായി ആത്മാർത്ഥമായി ഞാൻ എൻ്റെ കൃത്യം നിർവഹിച്ചു എന്ന ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് പടിയിറങ്ങുന്നത്. ഈ 4 വർഷക്കാല ഇളവിൽ 16,138 രൂപയാണ് TA ഇനത്തിൽ ഞാൻ പറ്റിയത്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്നുള്ള നിലയിൽ ഭീമമായൊരു തുക പറ്റാമായിരുന്നു. എനിക്കെതിരെ പ്രചരിപ്പിക്കപ്പെടുന്ന സാമ്പത്തിക കുറ്റാരോപണങ്ങളുടെ ഹോളോനെസ്, അതിൻ്റെ പൊള്ളത്തരം ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഗ്രഹിക്കാവുന്നതാണ്. അങ്ങനെ യാതൊരു തരത്തിലുള്ള മാൽ പ്രാക്ടീസും ദുർവിനിയോഗവും ഈ പദവി ഉപയോഗിച്ചുകൊണ്ട് ഞാൻ നടത്തി. എന്നിൽ വിശ്വാസം അർപ്പിച്ച മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകന്മാർ, അതുപോലെ തന്നെ സാധാരണക്കാരായ ജനങ്ങൾ, അവരുടെയൊക്കെ പ്രതീക്ഷകൾക്ക് അനുസരിച്ച് ഞാൻ ഉയർന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്നുള്ള നിലയിൽ എൻ്റെ ഒരു പ്രവൃത്തി എൻ്റെ പാർട്ടിക്കാരുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കും വിധത്തിൽ ഞാൻ ദുരുപയോഗം ചെയ്തിട്ടില്ല. അവർക്കാരുടെ മുമ്പിലും തലകുനിക്കേണ്ട ഒരു സാഹചര്യം ഈ പദവി എനിക്ക് തന്നു എന്നുള്ളതിൻ്റെ പേരിൽ ഉണ്ടായിട്ടില്ല. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം എല്ലാ സമയത്തും ഉണ്ടായിട്ടുണ്ട്. ഞാനതിന് അതീവ കൃതാർത്ഥനാണ്. സജീവ രാഷ്ട്രീയത്തിലുണ്ടാകും. രാഷ്ട്രീയത്തിൽ വളരെ സജീവ സാന്നിധ്യമായിട്ട് ഉണ്ടാകും. ഏത് പക്ഷം എന്ന് അങ്ങനെ നമ്മൾ വേർതിരിച്ച് കാണേണ്ട ആവശ്യമില്ല. വലതുപക്ഷ ഇടതുപക്ഷ ഭേദമന്യേ ക്ഷണിക്കപ്പെടുന്ന പരിപാടികൾക്ക് പോവുകയും എൻ്റെ നിലപാടുകൾ വ്യക്തമാക്കുകയും ചെയ്യും. എന്നെ ക്ഷണിക്കുന്നത് എൻ്റെ നിലപാടുകൾ വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ്. ആ നിലപാട് ഞാൻ വ്യക്തമാക്കും. കൊണ്ടിരിക്കുന്ന ഈ പുഴുക്കത്തിനെതിരെ ഞാൻ പ്രതികരിച്ചുകൊണ്ടേയിരിക്കും. അത് ഞാൻ പ്രത്യേകമായിട്ട് പറയേണ്ട കാര്യമില്ല. മലപ്പുറത്ത് വെച്ച് അങ്ങനെ ഒരു പാർട്ടി ബാനറിലല്ലാതെ തന്നെ സജീവ രാഷ്ട്രീയത്തിൽ ഉണ്ടാകും. തീർച്ചയായും ഉണ്ടാകും. ഇപ്പൊ ഈ അവസാന ഘട്ടത്തിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ സ്ഥാനം രാജിവെച്ചതാണ് വാർഡില് വികസന പ്രവർത്തനം തടസ്സമാണ്. വികസന എല്ലാ പ്ലാനുകളെല്ലാം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞല്ലോ. അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള പദ്ധതികളും ഓൾറെഡി ഇവിടെ പ്രിപ്പയർഡ് ആയി കഴിഞ്ഞു. ഡ്രാഫ്റ്റായി. പ്രത്യേക പാർട്ടി ബാനർ ഇല്ലാതെ സജീവ രാഷ്ട്രീയത്തിൽ ഉണ്ടാവും. പ്രത്യേക പാർട്ടി ബാനർ ഇല്ലാതെ തന്നെ പൊതു കാര്യങ്ങളിൽ, രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ അഭിപ്രായ പ്രകടനം നടത്തിക്കൊണ്ട് ഞാൻ സജീവ രാഷ്ട്രീയത്തിലുണ്ടാകും. രാഷ്ട്രീയ സദാചാര വിരുദ്ധതയ്ക്കെതിരെ എൻ്റെ പോരാട്ടം ഞാൻ തുടരും.
പിന്നെ സംഘടനയുടെ ഉള്ളിൽ കൂടി അത് കൊടുക്കാനുള്ള ഒരു അവസരം കിട്ടുന്നു. സംഘടനാപരമായി അത്തരം കാര്യങ്ങൾ സംഘടനക്കകത്ത് തന്നെ നടന്നു എന്ന് അല്ലെങ്കിൽ വിശദീകരിക്കപ്പെട്ടു എന്ന് പറയുന്ന ഇതിനെക്കുറിച്ച് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രവർത്തക സമിതി അംഗങ്ങൾക്ക്, സെക്രട്ടേറിയറ്റ് അംഗങ്ങൾക്ക് പോലും വ്യക്തമായ ധാരണയില്ല. ഇന്നലെ PKK ബാബ സാഹിബ് ഞാൻ ചോദിച്ചു. അദ്ദേഹം ഇന്നലെ ഇന്ത്യ വിഷൻ ടെലിലൈനിലുണ്ടായിരുന്നു. അദ്ദേഹത്തിന് മറുപടി പറയാൻ കഴിഞ്ഞില്ല. എത്ര രൂപയുടെ കണക്കാണ് അവതരിപ്പിച്ചത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് പറയാൻ കഴിഞ്ഞില്ല. മയൂർ സാഹിബിന് പറയാൻ കഴിഞ്ഞില്ല. അഹമ്മദ് സാഹിബ് അറിയില്ല. ET മുഹമ്മദ് ബഷീർ സാഹിബും ആ ചോദ്യത്തിൽ നിന്ന് മാറുകയാണ്. ആർക്കും പറയാൻ കഴിയുന്നില്ല. ഞാൻ ഇവരിൽ ചില ആളുകളോട് ഞാൻ ഇതിനെ സംബന്ധിച്ച് സൂചിപ്പിച്ചു, എന്താണ് അതിൻ്റെ ഒരു ഇപ്പോഴത്തെ അവസ്ഥ. അവർക്കാർക്കും വ്യക്തമായ ഒരു ധാരണയോ കാഴ്ചപ്പാടോ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇതങ്ങനെ രഹസ്യമായി ചോദിക്കേണ്ട കാര്യമല്ല, പരസ്യമായിട്ട് തന്നെ ചോദിക്കേണ്ട കാര്യമാണ്. പരസ്യമായി ചോദിച്ചാൽ മാത്രമേ ഭാവിയിലെങ്കിലും ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ സൂക്ഷ്മത കാണിക്കുകയുള്ളൂ എന്ന് വിശ്വസിച്ചതുകൊണ്ടാണ് ഇതിനെ ഒരു പൊതുപ്രശ്നമാക്കി ഉയർത്തിക്കാണിക്കണം എന്ന ലക്ഷ്യത്തിലാണ് ഞാൻ അത്തരം ഒരു ഉദ്യമത്തിന് മുതിർന്നത്. പാർട്ടിയുടെ മാത്രം പ്രവർത്തന ഫണ്ടല്ലേ ഇക്കാര്യത്തിൽ പിരിവെടുത്ത എല്ലാ പാർട്ടികളും, എല്ലാ പ്രസിദ്ധീകരണങ്ങളും അതത് ദിവസങ്ങളിൽ തന്നെ ഇന്ന് കിട്ടുന്ന സംഖ്യകൾ നാളത്തെ പത്രങ്ങളിൽ, ചാനലുകളിൽ ഇങ്ങനെ പ്രസിദ്ധീകരിച്ചുകൊണ്ടേയിരുന്നു. അത്തരമൊരു സാഹചര്യത്തിലാണ് സുനാമി ഫണ്ടിന്റെ വിനിയോഗം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുന്ന ഒരു ഘട്ടത്തിലാണ് സമയത്താണ് ഇത് ചോദിക്കാൻ ഞാൻ നിർബന്ധിതനായി. 30 ലക്ഷം രൂപ കിട്ടി എന്ന് പറയുകയാണ് ഗുജറാത്ത്. നടപടിയെടുക്കാനുള്ള പല കാരണങ്ങളും 100-907 എന്ന SBTയുടെ മെയിൻ ബ്രാഞ്ചിലെ അക്കൗണ്ട് നമ്പറിലാണ് പണം അയക്കണം എന്ന് കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞു. ഞാൻ എൻ്റെ വളരെ പരിമിതമായ വൃത്തത്തിൽ നിന്നുകൊണ്ട് അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് ആ അക്കൗണ്ടിൽ നിന്ന് ഒരു പൈസ പോലും ഇതുവരെ പിൻവലിച്ചിട്ടില്ല. ചിലപ്പോൾ അല്ല, പൊതുവെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സാമ്പത്തിക ക്രയവിക്രയങ്ങളിലും അതിന്റെ വിനിയോഗങ്ങളിലും വളരെ കുറ്റകരമായ അനാസ്ഥയും നടന്നതിന് ശേഷം പിന്നെ അതിനെ സംബന്ധിച്ചുള്ള യാതൊരു വിവരവും. അത് പിന്നെ പാർട്ടി കാര്യമാണ്, തീർച്ചയായിട്ടും അത് പിന്നെ പാർട്ടിയുടെ ഒരു ആഭ്യന്തര കാര്യമാണ്. അത് പാർട്ടി ഫോറങ്ങളിൽ പാർട്ടി നേതാക്കന്മാർ പറയേണ്ട കാര്യമാണ്. എങ്കിൽ പോലും ഞാൻ പറയുന്നത് 1 വർഷം മുമ്പ് പാർട്ടി ഓഫീസ് ഉണ്ടാക്കാൻ വേണ്ടി, ജില്ലാ കമ്മിറ്റി ഓഫീസ് ഉണ്ടാക്കാൻ വേണ്ടി പണം പിരിച്ചു. പക്ഷേ അതിൻ്റെ ശിലാസ്ഥാപനം നടന്നു. ഇന്നുവരെ ഓഫീസിൻ്റെ പ്രവർത്തനം എവിടെയും എത്തിയിട്ടില്ല. നിങ്ങൾക്കറിയാലോ? അറിയില്ല. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ എന്താണ് അങ്ങനെ പ്രത്യേകിച്ച് നിലപാടുകളൊന്നുമില്ല. ഒരു പഞ്ചായത്തിലും ഇതിൻ്റെ സഖ്യങ്ങളും പാർട്ടികളും അതനുസരിച്ചുള്ള സംവിധാനങ്ങളും ഉണ്ടാകും. തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ആർക്കെങ്കിലും പ്രത്യേകമായിട്ട് വേണ്ടി പ്രവർത്തിക്കണം എന്ന് ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നു. ഞാൻ പറയുന്നത് പലപ്പോഴും അത് പണ്ട് CH മുഹമ്മദ് കോയ സാഹിബ് എന്നെ വിമർശിച്ചുകൊണ്ട് ഡോക്ടർ സുകുമാർ അഴീക്കോട് രാഷ്ട്രീയ പ്രവർത്തകന്മാരുടെ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കളുടെ ധാർമ്മിക ച്യുതിയെക്കുറിച്ച്, മൂല്യബോധമില്ലായ്മയെക്കുറിച്ച് സംസാരിച്ചപ്പോൾ CH പറഞ്ഞു, നിങ്ങളെപ്പോലെയുള്ള മൂല്യബോധമുള്ളവർ തെരഞ്ഞെടുപ്പ് ഗോതയിൽ നിന്ന് എന്തിനാണ് ഓടി ഒളിക്കുന്നത്? ഞങ്ങളെപ്പോലെയുള്ള മോശക്കാരെ ഈ രംഗത്തേക്ക് വിട്ട് നിങ്ങൾ ഓടിപ്പോകുന്നു എന്ന് പറയുന്നത് സാംസ്കാരിക നായകന്മാർക്ക് ചേർന്നതല്ല എന്ന് ഞാൻ CHന്റെ ആ വാക്കുകൾ മുഖവിലക്കെടുക്കുന്നു. അല്ല, ഓടിപ്പോലാന്നല്ല, നമ്മളെക്കാളും മോശപ്പെട്ട മ്ലേച്ഛന്മാർക്ക് ഈ രംഗം വിട്ടുകൊടുത്തുകൊണ്ട് നമ്മൾ എന്തിനു പോകണം? ജനങ്ങൾ തീരുമാനിക്കട്ടെ. ജനകീയ കോടതിയിൽ നിന്ന് നമ്മൾ നിരാകരിക്കപ്പെടുന്ന പക്ഷം തീർച്ചയായും നമ്മൾ മാറില്ല. ജനകീയ കോടതിയിൽ നിന്ന് നിരാകരിക്കപ്പെടാത്ത സാഹചര്യങ്ങളിൽ നമ്മൾ എന്തിനാണ് മാറി നിൽക്കുന്നത്?
ഇപ്പോൾ നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ജില്ലയിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിനാണ് ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടത്. എൻ്റെ ഡിവിഷനിൽ 2 പഞ്ചായത്തുകളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുന്ന സമയത്താണ്, ആകെ 4 പഞ്ചായത്തുകളാണ്, അതിൽ 2 പഞ്ചായത്തുകൾ ഇടതുപക്ഷ മുന്നണി ഭരിക്കുന്ന സമയത്താണ് ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിന് ജില്ലാ പഞ്ചായത്തിലേക്ക് ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടത്. അതേമാതിരി വകുപ്പുകളും ഇങ്ങനെ അത്ര തീരുമാനം നടത്താൻ സാധ്യതമാണ്. അല്ല, അതൊന്നും ഇതെന്ന് പറഞ്ഞാൽ പാർട്ടിയുമായി ബന്ധപ്പെട്ട കാര്യം പാർട്ടിക്കാരൻ എന്നുള്ള നിലയിൽ പറയണം എന്നുള്ളത് കൊണ്ടാണ് പറഞ്ഞത്. ഇത് പ്രൊജക്റ്റ് ചെയ്യപ്പെടണ്ടേ? നിങ്ങൾ എന്താ പറയുന്നത്? നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു സാമാന്യ ബുദ്ധി വെച്ച് നിങ്ങൾ പറയും, നിങ്ങൾ ചെയ്തത് തെറ്റാണ്, നിങ്ങൾ പാർട്ടി ഫോറത്തിലായിരുന്നു പറയുകയും അങ്ങനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ പറയുന്നത്? നിങ്ങൾക്ക് ഈ പാർട്ടിയിൽ ബന്ധപ്പെട്ട ഒരു പ്രശ്നത്തിൽ ഇവിടുത്തെ മറ്റ് പ്രതിപക്ഷ കക്ഷികൾ അത് ഏറ്റുപിടിച്ചത് അല്ലെങ്കിൽ ഇവിടുത്തെ സപ്പോർട്ട് അല്ലെങ്കിൽ ഞാൻ നോക്കുന്നു. ഞാൻ ആരോടും ആലോചിച്ചിട്ടോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും സപ്പോർട്ട് കിട്ടും എന്ന് കരുതിയിട്ടോ ഒന്നുമല്ല ഒരു നിലപാട് വ്യക്തമാണ്. എന്നെക്കുറിച്ച് പറഞ്ഞു, ഞാൻ ഖത്തറിൽ പോയി അനധികൃതമായി പിരിവ് നടത്തി. എന്നാൽ ഇവിടെയാണല്ലോ സൗകര്യങ്ങൾ അനുഭവിക്കാൻ നല്ലത്. കരിമണൽ ലോബിക്ക് അനുകൂലമായി 2 പ്രസ്താവന ഇറക്കിയാൽ എന്തൊക്കെ കിട്ടും? ഞാൻ 5 വർഷം മുമ്പാണ് ഖത്തറിൽ പോയത്. പറയുമ്പോൾ വിവാദകാലത്തിനിടക്ക് ഖത്തറിൽ പോയി പണപ്പിരിവ് നടത്തിയെന്നാണ് എനിക്കെതിരായിട്ടുള്ള ആരോപണം. വിവാദകാലം എന്ന് പറഞ്ഞാൽ എന്നെ സസ്പെൻഡ് ചെയ്തതിന് ശേഷം 5-8 മാസത്തിനുള്ളിൽ ഞാൻ ഖത്തറിൽ പോയി അനധികൃതമായി പണം പിരിച്ചു എന്നാണ് പറയുന്നത്. ഞാൻ ഈ വിവാദകാലത്തിനിടയിൽ പോയത് ഖത്തറിലേക്കല്ല, കുവൈത്തിലേക്ക്. നുണ പറയുമ്പോൾ അതെങ്കിലും ഒന്ന് ശ്രദ്ധിക്കണ്ടേ? എവിടേക്കാണ് പോയത് എന്നുള്ളതെങ്കിലും ഒന്ന് ശ്രദ്ധിക്കണ്ടേ? ഞാൻ ഖത്തറിൽ പോയത് 2000-ലാണ്, 5 വർഷം മുമ്പ്. അല്ല, നിങ്ങളൊരു നിഷ്പക്ഷമായ അന്വേഷണം ഈ ഞാൻ ഇങ്ങനെ ആരുടെ അടുത്തുനിന്നെങ്കിലും ഞാനൊരു പണപ്പിരിവ് നടത്തിയിട്ടുണ്ടോ, അതല്ല ഏതെങ്കിലും കോൺട്രാക്ടർമാരുടെ അടുത്ത് നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള ധനസമാഹരണം നടത്തിയിട്ടുണ്ടോ എന്ന കാര്യം നിങ്ങളൊന്ന് അന്വേഷിക്കും. ഈ ജില്ലാ പഞ്ചായത്തിൻ്റെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾ അന്വേഷിക്കും. അത് നിങ്ങളൊന്ന് അന്വേഷിച്ച് എന്താണ് whatever may be the result, അതിൻ്റെ റിസൾട്ട് എന്തായാലും നിങ്ങൾ അതൊന്ന് മനസ്സിലാക്കണം എന്നാണ് എനിക്ക് പറയുന്നത്. രാഷ്ട്രീയ പാർട്ടികൾ, ലീഗ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ സാമ്പത്തിക ക്രമക്കേടുകൾ വർദ്ധിച്ചു വരുന്നത് അത് ജില്ലാ പഞ്ചായത്തിൽ ബന്ധപ്പെട്ട് വല്ല അങ്ങനെ സംഭവങ്ങൾ വല്ലതും അങ്ങനെ ഞാൻ അങ്ങനെ പൊതുവെ ഈ ധനവിനിയോഗത്തിൽ പ്രത്യേകിച്ച് പൊതു സ്വത്ത് വിനിയോഗം ചെയ്യുന്ന കാര്യത്തിൽ തീരെ സൂക്ഷ്മത പുലർത്തണം പലരും. അതൊരു വല്ലാത്ത ഒരു അവസ്ഥയാണ്. അല്ല, ഇതാ ഇവിടെ എല്ലാവരും ഉണ്ട്. ഞാൻ അത് കഴിഞ്ഞു, അവസാനിക്കാറായി. അതെ, ഇപ്പോ റിസൈൻ ചെയ്യാം. അല്ല, ഇപ്പോ കൊടുത്തേ ഞാൻ പോകും. അതെ, അതായത് 5 or 10 minutes നിങ്ങൾ വരുന്നുണ്ടോ? ആയിക്കോട്ടെ, ഓക്കെ. അതെ, ഓക്കെ. എന്തെങ്കിലും പറയുമ്പോൾ അതിനൊരു അടിസ്ഥാനം വേണം. പിന്നെ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ ഞാൻ വലിയ അധികാരമോഹിയാണ്. അധികാരത്തോട് മോഹമില്ലാത്തവരാണ് നമ്മുടെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അടക്കം. 27ാമത്തെ വയസ്സിൽ മലപ്പുറം മുനിസിപ്പാലിറ്റിയുടെ ചെയർമാനായി കുഞ്ഞാലിക്കുട്ടി, 29ാമത്തെ വയസ്സിൽ MLA ആയി മലപ്പുറത്ത്, 40ാമത്തെ വയസ്സിൽ PM അബൂബക്കറിൻ്റെയും UA വീരാൻ്റെയും തലവെട്ടി മുസ്ലിം ലീഗിൻ്റെ നിയമസഭാ പാർട്ടി ലീഡറും മന്ത്രിയുമായി കുഞ്ഞാലിക്കുട്ടി. അദ്ദേഹത്തിനില്ലാത്ത അധികാരമോഹം എനിക്കുണ്ട് എന്നാണോ ഇവർ പറയുന്നത്? രാജിക്കത്തിൽ പൊളിറ്റിക്കൽ മൊറാലിറ്റി ഡസ് നോട്ട് പെർമിറ്റ് മീ ടു continue on the post of the membership of the district panchayat Malappuram. So
I humbly request you to consider this letter as my resignation. എന്ന് മാത്രമാണ് ഞാൻ റിസൈനേഷൻ ലെറ്ററിൽ എഴുതിയിട്ടുള്ളത്. താങ്കൾ പുറത്താക്കിയതോടുകൂടി താങ്കൾ ഉന്നയിച്ച ഒരു വിഷയം സുനാമി അത് പാർട്ടി ചർച്ച ചെയ്യപ്പെടില്ല എന്ന് തീർച്ചയായും ഇതിൽ നിന്ന് അങ്ങനെ രക്ഷപ്പെടാൻ കഴിയില്ല. ഈ വിവാദത്തിൽ നിന്ന് സാധാരണത്തെ പോലെ രക്ഷപ്പെടാനാവില്ല. ഇത് കണക്ക് പറഞ്ഞേ ഉള്ളൂ. ഇങ്ങനെയാണെങ്കിൽ ആർക്കും ഇവിടെ ഓരോ ദുരിതങ്ങളുടെ പേരിലും ദുരിതാശ്വാസത്തിന്റെ പേരിലും വലിയ നിധികൾ ശേഖരിക്കപ്പെടുകയും അത് സ്വഇഷ്ടപ്രകാരം വിനിയോഗിക്കപ്പെടുകയും ചെയ്യും. പാർട്ടി പ്രവർത്തനത്തിന് ഉപയോഗിക്കാനുള്ളതല്ല ഇങ്ങനെ ശേഖരിക്കപ്പെടുന്ന പണം എന്ന് പറയുന്നത്. പാർട്ടി പ്രവർത്തനത്തിന് പാർട്ടി ഫണ്ടാണ് ഉപയോഗിക്കുക, അല്ലാതെ ഇത്തരത്തിലുള്ള ഫണ്ടുകളാണ്. പരസ്യമായി രേഖാമൂലം ക്ഷമാപണം മാപ്പ് പറഞ്ഞിട്ടാണ് ശിഹാബ് തങ്ങളെ എനിക്ക് സ്നേഹവും ബഹുമാനവും. ഞാൻ തങ്ങളെ പോയി കണ്ടു, ഞാൻ തങ്ങളോട് പറഞ്ഞു, വാചാൽ ഞാൻ പറഞ്ഞു. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് ഞാൻ അത് സംബന്ധമായി രേഖപ്പെടുത്തിയത്. പാർട്ടിയെ ബുദ്ധിമുട്ടിക്കാനോ ക്ഷീണിപ്പിക്കാനോ അല്ല ഞാനത് ചെയ്തത് എന്ന് ഞാൻ അദ്ദേഹത്തെ കണ്ട് വിശദീകരിച്ചു. എന്നതിനപ്പുറം രേഖാമൂലം ഞാൻ മാപ്പോ ക്ഷമാപണമോ ആർക്കും കൊടുത്തില്ല. അങ്ങനെ കൊടുത്തിട്ടുണ്ട് എന്നാണ് ചിലരുടെ വാദമെങ്കിൽ ആ രേഖ പ്രസിദ്ധീകരണത്തിന് നൽകട്ടെ. അല്ല, മുസ്ലിം ലീഗിൽ നിന്ന് എന്നെ പുറത്താക്കിയല്ലോ. എന്റെ സേവനം ആവശ്യമില്ല എന്ന് പാർട്ടി പറഞ്ഞിരിക്കുകയാണ്. പക്ഷെ പുറത്തു നിന്നുകൊണ്ട് ലീഗ് പാർട്ടി അതിന്റെ പഴയകാല പ്രതാപത്തിലേക്കും വിശ്വാസ്യതയിലേക്കും തിരിച്ചു കൊണ്ടുപോകാനുള്ള ശ്രമം എന്നാൽ കഴിയുന്നത് പോലെ ഞാൻ താങ്കളെ KT സാഹിബായിട്ട് എല്ലാം നല്ല നിലയിൽ ഇത് പറയണേ. എവിടെ മറ്റുള്ളവരൊക്കെ ഇത് അയാളെ കുറിച്ച് മറ്റേ ഇല്ല, നമ്മൾ ബോർഡ് എടുക്കുന്നില്ല, അങ്ങനെ ബോർഡ് എടുത്തിട്ട് ഇങ്ങനെ വൈഡ് എടുക്കണം. ഇറങ്ങി പോയിക്കോട്ടെ. വമ്പിച്ച ദുരിതമാണ് ഉണ്ടാക്കി, സഹായം നൽകുകയുണ്ടായി. എന്നാൽ സത്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി, ആദർശത്തിന് വേണ്ടി, ആദർശം ആർക്കും ബലി നൽകാതെ ആ പിരിവിന്റെ സത്യാവസ്ഥകൾ തുറന്നു ചോദിച്ചതിന്റെ പേരിൽ പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെടുകയുണ്ടായി. ഞങ്ങൾക്ക് ആർക്കും ആ കാര്യത്തിൽ സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്നതിന്റെ പേരിൽ സാഹിബ് അവരുടെ വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന മുസ്ലിം ലീഗിന്റെയും മുസ്ലിം യൂത്ത് ലീഗിന്റെയും വിവിധ തലങ്ങളിലെ ഭാരവാഹികളും നേതാക്കന്മാരുമായിട്ടുള്ള ജനാബ് മമ്മി സാഹിബ്, പ്രിയപ്പെട്ട സിദ്ദീഖ്, പ്രിയപ്പെട്ട കുഞ്ഞാവ, എന്റെ സുഹൃത്ത് സ്വാഗത പ്രഭാഷകൻ
ബഷീർ മാസ്റ്റർ, നല്ലവരായ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, 2-3 ദിവസങ്ങളായി നമ്മളുടെ സംസ്ഥാനത്ത് ഒരു ചർച്ചയും സംവാദവും കൊടുമ്പിരി കൊള്ളുകയാണ്. മനുഷ്യ സമൂഹത്തെ മുഴുവൻ വല്ലാത്ത ദുഃഖത്തിലും വിഷമത്തിലുമാക്കി പ്രകൃതി അതിന്റെ സംഹാര താണ്ഡവമാടിയപ്പോൾ ആഫ്രിക്കൻ വൻകര മുതൽ ഏഷ്യൻ വൻകര ഉൾപ്പെടെ അതിന്റെ അലയൊലികൾ തിമർത്താടിയപ്പോൾ 10,000-കണക്കിന് മനുഷ്യരാണ് ലോകത്തിന്റെ തന്നെ വിവിധ ഭാഗങ്ങളിൽ മരണപ്പെട്ടുപോയത്. മരണപ്പെട്ടുപോയവരെക്കാളധികം നിരാലംബരും നിരാശ്രയരുമായി നമ്മളുടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന പരുവത്തിൽ അവരുടെ ദിനങ്ങൾ തള്ളി നീക്കിക്കൊണ്ടിരിക്കുകയാണ്. അവരെ സഹായിക്കുവാൻ നമ്മുടെ രാജ്യത്തുള്ള ജനങ്ങൾ കക്ഷി രാഷ്ട്രീയ മതജാതി ഭേദമന്യേ മുന്നോട്ട് വരികയുണ്ടായി. എല്ലാവരും നിർലോഭമായ സംഭാവനകൾ ചെയ്തു. മുസ്ലിം ലീഗുകാരൻ പിരിവിന് വേണ്ടി ചെന്നപ്പോ ലീഗിനോട് രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നവർ പോലും മനുഷ്യത്വത്തിന്റെ പേരിൽ സഹായിച്ചു. മാർക്സിസ്റ്റുകാരൻ പിരിവിന് വേണ്ടി ചെന്നപ്പോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് വിരോധമുണ്ടായിരുന്നവർ പോലും ആ സംരംഭത്തിൽ സജീവമായി ഭാഗവാക്കാകുകയുണ്ടായി. വ്യത്യസ്ത ക്രൈസ്തവ, മുസ്ലിം, ഹൈന്ദവ സംഘടനകൾ അവരുടെ സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായി ദുരിതാശ്വാസ നിധി ശേഖരിക്കുവാൻ വേണ്ടി നാട്ടിൻപുറങ്ങളിൽ ചെന്നപ്പോ ആരും അവരുടെ വാതിലുകൾ കൊട്ടിയടക്കുകയോ സഹായം അവർക്ക് നിഷേധിക്കുകയോ ചെയ്തില്ല. നമുക്കെല്ലാം അറിയാമായിരുന്നു, ഇന്നല്ലെങ്കിൽ നാളെ ദുരിതത്തിന്റെ കയത്തിലേക്ക് ഒരുപക്ഷെ നമ്മളും എടുത്തെറിയപ്പെടും എന്ന്. അങ്ങനെ എടുത്തെറിയപ്പെടുന്ന ദിവസം നാം ഇന്നാരെയെങ്കിലും സഹായിച്ചാൽ മാത്രമേ നമ്മളെ ആരെങ്കിലും സഹായിക്കുകയുള്ളൂ എന്ന ബോധം നമ്മളുടെ കൈകൾ നീളുവാൻ നമ്മളെ പ്രേരിപ്പിച്ചു. നമ്മൾ കൈമേ മറന്ന് എല്ലാവരെയും സഹായിച്ചു. നാം പ്രതീക്ഷിച്ചിരുന്നത് ആ സഹായങ്ങൾ മുഴുവൻ ദുരിതമനുഭവിക്കുന്നവരുടെ വീടുകളിലെത്തും എന്നായിരുന്നു. വീടില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് ഒരു കൂരയുണ്ടാക്കി കൊടുക്കുവാൻ തന്റെ സംഭാവന എന്ന് നമ്മളെല്ലാവരും കരുതി എല്ലാവർക്കും സംഭാവന നൽകുകയുണ്ടായി. അതിൽ നാം പക്ഷപാതിത്വം കാണിച്ചില്ല. അതിൽ നാം ഒരിക്കലും തന്നെ മറ്റു തരത്തിലുള്ള യാതൊരു വിഭാഗീയതകളും കാണിച്ചില്ല. കുട്ടികൾ നഷ്ടപ്പെട്ടവർ, പിതാക്കൾ നഷ്ടപ്പെട്ടവർ, ഭാര്യമാർ നഷ്ടപ്പെട്ടവർ, നമ്മളുടെ രാജ്യത്തിന്റെ കടൽ തീരങ്ങളിൽ നിന്ന് മനുഷ്യന്റെ ആർത്തനാദങ്ങൾ ഉയർന്നു. മനുഷ്യന്റെ മൃതശരീരങ്ങളും ശവശരീരങ്ങളും 100 കണക്കിന് കൂട്ടിയിട്ട് സംസ്കരിക്കപ്പെട്ടു. നമ്മളെല്ലാവരും മൂക്കത്ത് കൈവിരൽ വെച്ച് അമ്പാലിച്ചു നിന്നു. നമുക്ക് വാക്കുകളില്ലായിരുന്നു കാര്യങ്ങളുടെ ഭയാനകത വിശദീകരിക്കാൻ. എല്ലാം നഷ്ടപ്പെടലിന്റെ വ്യഥയനുഭവിക്കുന്നവർക്ക് സഹായം എത്തിക്കുന്നവരെ നമ്മളെല്ലാവരും ഇരു കൈകളും നീട്ടി സ്വാഗതം ചെയ്തു. പക്ഷേ ചില ആളുകൾ പിരിച്ചെടുത്തത് ദുരിതമനുഭവിക്കുന്നവരുടെ വീടുകൾ എത്തിയോ ഇല്ലയോ എന്ന സംശയമുണ്ടായപ്പോ അതിനെ സംബന്ധിച്ച് ചോദിക്കണം എന്ന് ധാർമ്മിക മനസാക്ഷിയുള്ള ഒരു ചെറുപ്പക്കാരന്റെ തലത്തിൽ നിന്നുകൊണ്ട് ഞാൻ ആലോചിക്കുകയുണ്ടായി. പലരും പറയുന്നു, പലരുമായും ബന്ധപ്പെട്ട
ശേഷമാണ് ഇത്തരം ഒരു ചോദ്യം മുതിർത്തത് എന്ന്. ആരും ഒരു കാര്യം ആശയത്തിന് വേണ്ടി, ആദർശത്തിന് വേണ്ടി ജനങ്ങളുടെ പക്ഷത്ത് നിന്നുകൊണ്ട് പറയില്ല എന്നാണ് ഈ ആഗോളീകരണത്തിന്റെ കാലത്തും. ഒരാളും എന്നെ പ്രേരിപ്പിച്ചിട്ടോ ആരുടെ കയ്യിൽ നിന്നെങ്കിലും എന്തെങ്കിലും വാഗ്ദാനങ്ങൾ ലഭിച്ചിട്ടോ അല്ല ഈ പ്രശ്നങ്ങൾ ചോദിക്കുവാൻ ഞാൻ തീരുമാനിച്ചത്. ഈ കാര്യങ്ങൾ സമൂഹത്തോട് പറയാൻ ഞാൻ നിശ്ചയിച്ചത്. നമ്മുടെ സമൂഹത്തിന്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എന്തൊക്കെയാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ആ പ്രയാസങ്ങൾ ഒരു സാധാരണക്കാരൻ എന്നുള്ള നിലയിൽ ശരിക്കും അറിയുന്നവരാണ് ഞാൻ. ദന്തഗോപുര നിവാസികൾ മുസ്ലിം ലീഗ് സംഘടനയെ നിയന്ത്രിക്കാൻ തുടങ്ങിയപ്പോൾ ഈ സംഘടന സാധാരണക്കാരന്റെ കുടിലുകളിൽ നിന്ന് അകന്നു പോവുകയുണ്ടായി. മഹാനായ CH മുഹമ്മദ് കോയ സാഹിബ് മന്ത്രിപദം ഉപേക്ഷിച്ച് വലിച്ചെറിഞ്ഞ് ക്ലിഫ് ഹൗസിന്റെ പടികളിറങ്ങി കോഴിക്കോട് കടപ്പുറത്ത് അദ്ദേഹത്തിന് നൽകിയ വമ്പിച്ച സ്വീകരണ സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, അധികാരത്തിന്റെ ചെങ്കോലെന്തുന്ന സമയത്ത്, അധികാരത്തിന്റെ സിംഹാസനത്തിൽ അവരോധിതനായിരുന്ന സമയത്ത് എനിക്കനുഭവിക്കാൻ സാധിച്ചതിലും ആത്മാനുഭൂതി കൈവണ്ടി വലിക്കുന്നവരുടെയും മത്സ്യക്കച്ചവടക്കാരുടെയും ഭാരം പേറുന്നവരുടെയും ഇടയിൽ വരുമ്പോൾ എനിക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു എന്ന് മഹാനായ CH മുഹമ്മദ് കോയ സാഹിബ് പറഞ്ഞു. CH 35 വർഷക്കാലം കേരളത്തിൽ മന്ത്രിയായിരുന്നു. ലീഗ് സംഘടനയുടെ ജീവാത്മാവും പരമാത്മാവുമായിരുന്നു. പക്ഷേ CH മരിച്ചപ്പോൾ നാം കേട്ടു, CHന്റെ ആധാരവും അദ്ദേഹത്തിന്റെ പുരയുടെ മറ്റെല്ലാ രേഖകളും പ്രളയത്തിലായിരുന്നു എന്ന്. KM സീനി സാഹിബ് ജനിച്ചത് സമ്പന്ന വിഭാഗത്തിലും വർഗത്തിലും കുടുംബത്തിലുമാണ്. സമ്പന്നമായ തന്റെ അഭിഭാഷക വൃത്തി വലിച്ചെറിഞ്ഞുകൊണ്ട് പതിതരായ ഒരു ജനതയുടെ വിമോചനത്തിനു വേണ്ടി അദ്ദേഹം രംഗത്ത് വന്ന അവസാനം മരിച്ചു പോകുമ്പോ നിർധനനായി സീനി സാഹിബ് മരിച്ചുപോയി എന്ന് ചരിത്രത്തിന്റെ പാഠപുസ്തകങ്ങളിൽ നിന്ന് നാം വായിച്ചെടുത്തിട്ടുണ്ട്. നാം ചരിത്രം വായിക്കുന്നതും പഠിക്കുന്നതും കേവലം അറിവ് ലഭിക്കുവാൻ വേണ്ടി മാത്രമല്ല, അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുവാൻ വേണ്ടിയാണ്. പക്ഷേ മുസ്ലിം ലീഗിന്റെ കുഞ്ഞാലിക്കുട്ടിയുടെ നേതൃത്വത്തിലുള്ള പുതിയ ഈ നവ ചൈതന്യം എന്ന ഓമനപ്പേരിട്ടുകൊണ്ട് വിളിക്കുന്ന ഈ റാക്കറ്റ് സംഘം മുസ്ലിം ലീഗ് രാഷ്ട്രീയ സംഘടനയുടെ പഴയകാല മൂല്യങ്ങളെയും പാരമ്പര്യങ്ങളെയും ചവിട്ടി മതിച്ചു. ജനാബ് പുരമ്പയിൽ അഹമ്മദ് ഹാജി സാഹിബ് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരിക്കെ മരിച്ചുപോയി. അഹമ്മദ് ഹാജിയുടെ മയ്യത്ത് കബറടക്കി മണിക്കൂറുകൾ കഴിയുന്നതിന് മുൻപ് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെ കസേരയിൽ കുഞ്ഞാലിക്കുട്ടി ഇരുന്ന അന്ന് ലീഗ് പ്രവർത്തകന്റെ മനസ്സിൽ വീണത് ദുഃഖത്തിന്റെയും പ്രയാസത്തിന്റെയും കനലായിരുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. നമ്മൾ മോഹിച്ചുപോയി. ലീഗ് രാഷ്ട്രീയ സംഘടന, മുസ്ലിം ലീഗ് രാഷ്ട്രീയ സംഘടന അതിന്റെ ദിശാബോധത്തിലേക്ക് ഈ പുതിയ നേതൃത്വത്താൽ നയിക്കപ്പെടും എന്ന്. പക്ഷേ ഉണ്ടായില്ല. ലീഗിനെ സമ്പന്നന്മാരും പണക്കാരും ഹൈജാക്ക് ചെയ്തു. ലീഗ് പ്രവർത്തകന്മാരുടെ മനസ്സറിയാതെ നേതൃത്വം തീരുമാനങ്ങൾ എടുത്തു. മുസ്ലിം ലീഗിന്റെ മലപ്പുറം ജില്ലാ കൗൺസിൽ പരപ്പനങ്ങാടിയിൽ ചേർന്നപ്പോ ഏകകണ്ഠമായ അഭിപ്രായ പ്രകടനം നടത്തി. മുസ്ലിം ലീഗിന്റെ രാജ്യസഭാംഗമായി PV അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന ഒരു ധനാഢ്യൻ വരാനിരിക്കുന്നു എന്ന് കേൾക്കുന്നു. ലീഗ് പ്രവർത്തകന്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന തീരുമാനമായിരിക്കുന്നത്. ഒരിക്കലും ആ തീരുമാനം ഉണ്ടാകരുത്. പക്ഷേ ലീഗ് പ്രവർത്തകന്റെ ആത്മാഭിമാനത്തെ ചവിട്ടി മതിച്ചുകൊണ്ട് PV അബ്ദുൽ വഹാബ് രാജ്യസഭാംഗമാകുന്ന കാഴ്ചയാണ് നാം പിന്നീട് കണ്ടത്. ചിലർ ചോദിച്ചു പോകും, എന്തേ PV അബ്ദുൽ വഹാബിന് രാജ്യസഭ
കുടുംബാംഗമായി കൂടാ ലീഗിന്റെ ചെലവിൽ നമ്മൾ ചിലരെങ്കിലും അതിൽ വസ്തുതയുടെ ഒരു ചെറിയ അംശമുണ്ടോ എന്ന് ധരിച്ചു പോകും. തീർച്ചയായും ആകാമായിരുന്നു. ഞാനും അതിനെ പിന്തുണക്കുമായിരുന്നു. ലീഗിന് 10-15 രാജ്യസഭാംഗങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു രാജ്യസഭാംഗമായി പി.വി. അബ്ദുൽ വഹാബിനെ പറഞ്ഞേക്കാമായിരുന്നു നമുക്ക്. ലീഗിന് രാജ്യസഭയിലെ അംഗത്വം എന്ന് പറയുന്നത് 2 എണ്ണമാണ്. ഒന്ന് മുസ്ലിം ലീഗിന്റെ നേതാവ് ജനറൽ അബ്ദുൽ സമദ് സമദാനി, രണ്ടാമത്തേത് പി.വി. അബ്ദുൽ വഹാബ്. അബ്ദുൽ സമദ് സമദാനിക്ക് ഒരു ദിവസം പനി പിടിച്ചാൽ രാജ്യസഭയിൽ ഹാജരാകാൻ സാധിക്കാതെ വന്നാൽ ഇന്ത്യയിലെ 12 കോടി മുസ്ലിങ്ങളുടെ കാര്യം പറയേണ്ടയാൾ മിസ്റ്റർ പി.വി. അബ്ദുൽ വഹാബാണ്. ഞാൻ ഇന്നും കരുതുന്നു ഇന്ത്യയിലെ 12 കോടി മുസ്ലിങ്ങളുടെ കാര്യം പറയാൻ പി.വി. അബ്ദുൽ വഹാബിന് യോഗ്യതയില്ല എന്ന്. ഇത് തെറ്റാണെങ്കിൽ, ഇത് ശരിയായ വിശ്വാസമല്ലെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. പാർട്ടി മുതലാളിത്തത്തിനെതിരായി, സാമ്രാജ്യത്വത്തിനും ഫ്യൂഡലിസത്തിനുമെതിരായി പടപൊരുതിയാണ് ഇക്കരെ പറ്റിയത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. 1921 നമ്മുടെ പൂർവ്വപിതാക്കന്മാർ സാമ്രാജ്യത്വത്തോട് പടവെട്ടി, മുതലാളിത്തത്തോട് പടവെട്ടി, ഫ്യൂഡൽ ചിന്താഗതിയോട് പടവെട്ടി. ഭൂപ്രഭുക്കന്മാരുടെ വീട്ടുപടിക്കൽ ഒച്ചാനിച്ചു നിന്നിരുന്നവർ പുതിയ ആവേശത്തിന്റെ കൈത്തിരികളുമെന്തി പോരാട്ടത്തിന്റെ വീഥികൾ തെരഞ്ഞെടുത്തു. ആ വീഥിയിൽ നിന്ന് മുസ്ലിം ലീഗ് സംഘടനയെ സമ്പന്നന്മാരുടെയും പണക്കാരുടെയും ആലയിലേക്ക് തളിച്ചു കൊണ്ടുപോയപ്പോ അത് കണ്ടു നിൽക്കുവാനുള്ള മനക്കരുത്തുണ്ടായില്ല ഈ രാജ്യത്തുള്ള പല മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാർക്കും. അത്തരം ഒരു ലീഗിന്റെ പ്രവർത്തകന്മാരിൽ ഒരാളായി ഞാൻ മാറി എന്ന് പറഞ്ഞാൽ അതൊരിക്കലും തെറ്റാവില്ല. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രവർത്തക സമിതിയിൽ ഇക്കാര്യം ഞാൻ ഉന്നയിച്ചു. തിരുവനന്തപുരത്ത് മസ്കറ്റ് ഹോട്ടലിൽ ചേർന്ന മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രവർത്തക സമിതിയിൽ ഞാൻ ഇക്കാര്യം പറഞ്ഞു. പി.വി. അബ്ദുൽ വഹാബിന്റെ രാജ്യസഭാ സ്ഥാനാർത്ഥിത്വം ശരിയായ നടപടിയായില്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിഷാദ് എന്ന് പറയുന്ന ഒരു സിനിമാ പ്രൊഡ്യൂസറെ തിരുവനന്തപുരത്ത് കഴക്കൂട്ടം മണ്ഡലത്തിൽ മത്സരിപ്പിച്ചു. എന്താ സംഭവിച്ചത്? ഐക്യജനാധിപത്യ മുന്നണിയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥിക്ക്, കോടിച്ചിഹ്നത്തിൽ മത്സരിച്ച മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിക്ക് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായി കെട്ടിവച്ച തുക നഷ്ടപ്പെട്ടു. കോൺഗ്രസിന്റെ റിബൽ സ്ഥാനാർത്ഥി അവിടെ വിജയിച്ചു കയറി. നിങ്ങളെ ആരാണ് പ്രേരിപ്പിച്ചത് നിഷാദ് എന്ന് പറയുന്ന സിനിമാ പ്രൊഡ്യൂസറെ സ്ഥാനാർത്ഥിയാക്കാനെന്ന് ഞാനെന്ന് ചോദിച്ചിരുന്നു മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രവർത്തക സമിതിയിൽ. ആ നിഷാദ് ഇന്ന് മുസ്ലിം ലീഗിലില്ല. ആ നിഷാദ് ഇന്ന് കേരള കോൺഗ്രസ് സെക്യുലർ ഗ്രൂപ്പിലേക്ക് ചേക്കേറിയിരിക്കുന്നു. മുസ്ലിം ലീഗ് സംഘടനയെ മുതലാളിമാരുടെ ആലയിലേക്ക് വലിച്ചു കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോ, കുഞ്ഞാലിക്കുട്ടി ശ്രമിച്ചപ്പോ അതിനെ തടയിടാൻ ശ്രമിച്ചു എന്നത് ഒരു തെറ്റാണെങ്കിൽ ഞാൻ ആണയിട്ട് പറയുന്നു, ആ തെറ്റ് 1000 തവണ ഇനിയും ആവർത്തിക്കാൻ എനിക്ക് യാതൊരു വൈക്വാദ്യവും വൈമനസ്യവുമില്ല. എന്താ ഞാൻ ചെയ്ത തെറ്റ്? തെറ്റുകൾ ചെയ്തില്ല എന്നുള്ള തെറ്റ്, തെറ്റുകൾക്ക് കൂട്ടുന്നുമില്ല എന്നുള്ള തെറ്റ്, അഴിമതി നടത്തി എന്നതിനെ കുറിച്ച് പറഞ്ഞു. ഖത്തറിൽ പോയി ഞാൻ പിരിവ് നടത്തി എന്ന് പറഞ്ഞു. വിവാദ കാലയളവിൽ ഖത്തറിൽ പോയി അനധികൃതമായി പിരിവ് നടത്തിയ ജലീലിനെതിരായി അച്ചടക്ക നടപടിയെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. വിവാദ കാലയളവിൽ ഞാൻ പോയത് ഖത്തറിലേക്കല്ലോ, കുവൈറ്റിലേക്കായിരുന്നു. കുവൈറ്റിൽ പോയ ഞാൻ എങ്ങനെയാണ് ഖത്തറിൽ പോയി പിരിവ് നടത്തുക? 2000 ആണ്ടിൽ മാർച്ച് മാസത്തിൽ മലപ്പുറം ജില്ലാ KMCC ക്ഷണമനുസരിച്ചുകൊണ്ട് ഞാൻ പോയി ഖത്തറിലേക്ക്. അന്ന് അനധികൃത പിരിവ് നടത്തിയിരുന്നു എങ്കിൽ അതിന്റെ പരാതി മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിന് കിട്ടാൻ 5 വർഷങ്ങൾ കഴിഞ്ഞു. മുസ്ലിം ലീഗ് അയച്ച ചെക്ക് കിട്ടാൻ 5 വർഷവും അതിനപ്പുറവും എടുക്കും എന്നുള്ളത് പോലെ ഖത്തർ KMCC അയച്ച പരാതി ലീഗിന്റെ നേതൃത്വത്തിന് കിട്ടാൻ സുനാമി ദുരിതമനുഭവിച്ചവരുടെ
പേരിൽ പിരിച്ച പണത്തിന്റെ കണക്ക് ചോദിച്ചപ്പോഴാണ് ഇവർക്ക് ബോധോദയം ഉണ്ടായത്. എന്നെ ഈ നിൽക്കുന്ന ആളുകൾക്കറിയാം. ഞാൻ പറയട്ടെ നിങ്ങളോട്, നിങ്ങളുടെ ആരുടെയെങ്കിലും അടുത്ത് നിന്ന് ഒരു കാര്യം സാധിപ്പിച്ചു തരാമെന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ ഒരു കാര്യം സാധിപ്പിച്ചതിന്റെ പേരിൽ ഒരു കാലിച്ചായെങ്കിലും ഞാൻ വാങ്ങി കുടിച്ചിട്ടുണ്ടോ? പറയണം നിങ്ങൾ. ദുഃഖമുണ്ടെനിക്ക്, വ്യസനമുണ്ടെനിക്ക്. ഒരാളുടെ മുമ്പിലും എന്റെ പരിദേവനങ്ങൾ പറഞ്ഞ് ഞാൻ കൈനീട്ടിയിട്ടില്ല. ഇതാ ഈ വിശുദ്ധ ഖുർആനെ സാക്ഷ്യപ്പെടുത്തി ഞാൻ പറയുന്നു, ഈ വിശുദ്ധ ഖുർആനെ സാക്ഷ്യപ്പെടുത്തി ഞാൻ പറയുന്നു, ഒരാളുടെ മുന്നിലും കൈനീട്ടിയിട്ടില്ല. ഞാൻ ഒരാളോടും ഞാൻ ഇരുന്ന് വാങ്ങിയിട്ടില്ല ഒന്നും. എന്നിട്ടിവർ പറഞ്ഞു ഞാൻ പിരിവ് നടത്തിയെന്ന്. എന്നറിയുന്ന നിങ്ങൾ വിശ്വസിക്കണം. എത്രയെത്ര കാര്യങ്ങൾ കഴിഞ്ഞു. ഈ നാട്ടിലെ കച്ചവടക്കാരോട് ചോദിക്കട്ടെ എന്നെ കുറിച്ച്. ആർക്കെങ്കിലും ഞാൻ കടം കൊടുക്കാറുണ്ടോ? ഏതെങ്കിലും ആളെ കാണുമ്പോ ഞാൻ ഇതുവരെ മാറി നടക്കേണ്ടി വന്നിട്ടില്ല. ഒരു കടയിലും ഞാൻ പണം കൊടുക്കാറില്ല, പണം കടം കൊടുക്കാറില്ല. ആരുടെ കയ്യിൽ നിന്നും പണം കടമായിട്ട് പോലും എന്റെ വളരെ അടുത്ത സുഹൃത്തുക്കളിൽ നിന്നല്ലാതെ ഞാൻ വാങ്ങിയിട്ടില്ല. ഞാൻ എന്റെ കുടിയിരിക്കൽ കഴിക്കുകയുണ്ടായി, ഹൗസ് വാമിംഗ് കഴിക്കുകയുണ്ടായി. വലിയ ചടങ്ങായിരുന്നില്ലല്ലോ അത്. എല്ലാവരെയും ക്ഷണിക്കണമെന്നുണ്ടായിരുന്നു എനിക്ക്. പക്ഷെ എന്റെ സാമ്പത്തികമായ പരാധീനതകളും ബുദ്ധിമുട്ടുകളും അതിനെ ഞാൻ അനുവദിച്ചില്ല. സാധാരണ ആളുകൾ കുടിയിരിക്കൽ നടത്തുമ്പോ കവറ വാങ്ങാറുണ്ടല്ലോ. ഈ വളാഞ്ചേരി പട്ടണത്തിൽ ഏതെങ്കിലും ഒരാൾ പറയട്ടെ, ഞാൻ ജലീലിന്റെ കുടിയിരിക്കലിന് പോയി ഒരു കവർ കൊടുത്തു എന്ന്, 10 രൂപ ഞാൻ വാങ്ങിയെന്ന്. എന്നെ കുറിച്ചാണ് പറഞ്ഞത് ഇവർ. ഞാൻ ഖത്തറിൽ പോയി പണപ്പിരിവ് നടത്തിയെന്ന്. എനിക്ക് സഹിക്കാൻ കഴിയുമായിരുന്നില്ല അത്. ഞാൻ ചെയ്ത തെറ്റ് സുനാമി ഫണ്ട് ചോദിച്ചു എന്നുള്ളതാണ്. ഞാൻ ഇവിടെ അടിവരയിട്ടുകൊണ്ട് പറയുന്നു, കുഞ്ഞാലിക്കുട്ടിയോട് ഞാൻ അടിവരയിട്ടുകൊണ്ട് പറയുന്നു, ഞാൻ സുനാമി ഫണ്ടിനെ സംബന്ധിച്ച് ഉയർത്തിയ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന്, കഴമ്പില്ലാത്തതാണെന്ന് തെളിവുകൾ സഹിതം തെളിയിക്കാൻ അങ്ങേക്ക് സാധിച്ചാൽ ഈ ജനസംഖ്യയെ സാക്ഷി നിർത്തി ഞാൻ പറയുന്നു, ഈ മാധ്യമ പ്രതിനിധികളെ സാക്ഷി നിർത്തി ഞാൻ പറയുന്നു, എന്റെ ശിഷ്ടകാലം കുഞ്ഞാലിക്കുട്ടിയുടെ പാദസേവയായി ഞാൻ ചെലവഴിച്ചുകൊള്ളാം, ഞാൻ ചെലവഴിച്ചുകൊള്ളാം, ഞാൻ ചെലവഴിച്ചുകൊള്ളാം. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തെളിയിക്കട്ടെ. കഴിയില്ല ഇവർക്ക്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? സുനാമി ഫണ്ട് മുസ്ലിം ലീഗ് സംസ്ഥാന തലത്തിൽ പിരിച്ചില്ല എന്നാണ് കുഞ്ഞാലിക്കുട്ടി പത്രസമ്മേളനം നടത്തിക്കൊണ്ട് പറഞ്ഞത്. ശാഖാതലത്തിൽ പിരിച്ചെടുത്ത ഫണ്ട് മുഖ്യമന്ത്രിക്ക് നേരിട്ട് അയച്ചു കൊടുക്കാനാണ് ശിഹാബ് തങ്ങൾ പറഞ്ഞത്. എന്താണ് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത്? 2005 ജനുവരി 6-ാം തീയതിയിലെ ചന്ദ്രിക പത്രത്തിന്റെ മുഖപേജാണിത്, 1-ാമത്തെ പേജാണിത്. ഇതിൽ സുനാമി ദുരന്തം അനുഭവിക്കുന്നവരെ സഹായിക്കുവാൻ ശിഹാബ് തങ്ങളുടെ അഭ്യർത്ഥനയുണ്ട്. ആ അഭ്യർത്ഥന ഇങ്ങനെയാണ്: സുനാമി ദുരിതാശ്വാസ നിധിയിലേക്ക് നിർലോഭമായ സംഭാവനകൾ നൽകി നിങ്ങളെല്ലാവരും ഈ മുസ്ലിം ലീഗിന്റെ സംരംഭത്തോട് ആത്മാർത്ഥമായി സഹകരിക്കണം. എന്നിട്ട് അതിന്റെ ശേഷം PK കുഞ്ഞാലിക്കുട്ടിയുടെ അഭ്യർത്ഥനയുണ്ട്. ആ അഭ്യർത്ഥന എന്താണെന്നോ? പിരിഞ്ഞു കിട്ടുന്ന തുക മുസ്ലിം ലീഗ് പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ താഴെ പറയുന്ന വിലാസത്തിലാണ് അയക്കേണ്ടത്. DD, ചെക്ക് എന്നിവ ശിഹാബ് തങ്ങളുടെ പേരിൽ അക്കൗണ്ട് നമ്പർ 100-907 SBT കാലിക്കറ്റ് മെയിൻ ബ്രാഞ്ച് എന്ന പേരിലാണ് അയക്കേണ്ടതെന്ന് ഇതാ ഈ ചന്ദ്രിക പത്രത്തിൽ കുഞ്ഞാലിക്കുട്ടിയുടെ അഭ്യർത്ഥനയുണ്ട്. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് സംസ്ഥാന തലത്തിൽ ഞങ്ങൾ അങ്ങനെ ഒരു ഫണ്ട് സ്വരൂപിച്ചിട്ടില്ല എന്നാണ്. ശാഖാതലത്തിൽ പിരിച്ചെടുത്ത ഫണ്ട് അയച്ചു കൊടുക്കാൻ പറഞ്ഞു മുഖ്യമന്ത്രിക്ക്. അതാണ് സത്യമെങ്കിൽ ചന്ദ്രിക കളവ് പറയുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ഈ അക്കൗണ്ടിലേക്കാണ് പണപ്പിരിവ് നടത്തിയത്.
മഞ്ചേരി ടൗണിൽ നിന്ന് പിരിവ് നടത്തിയില്ലേ? ആ പണം പഞ്ചായത്ത് കമ്മിറ്റി ശേഖരിച്ച് മണ്ഡലം കമ്മിറ്റി മുഖേന ജില്ലാ കമ്മിറ്റിക്ക് കൊടുത്തില്ലേ? അതിന്നിട്ട് ഇവിടെ പോയി ഈ അക്കൗണ്ട് നമ്പറിൽ നിന്ന് എത്ര പൈസയാണ് സുനാമി ഫണ്ടിലേക്ക് പോയത്? കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു, സംസ്ഥാന തലത്തിൽ ലീഗ് ഒരു ഫണ്ട് സ്വരൂപിച്ചിട്ടില്ല. ചന്ദ്രിക മാനേജ് ചെയ്തിരുന്നു ഒരു ഫണ്ട്. ചന്ദ്രിക മാനേജ് ചെയ്ത ഫണ്ട് ഞങ്ങൾ ചെക്കായി അയച്ചു കൊടുത്തു മുഖ്യമന്ത്രിക്ക്. എന്നയച്ചു കൊടുത്തു എന്ന് പറഞ്ഞില്ല അദ്ദേഹം. എത്ര സംഖ്യയാണ് അയച്ചു കൊടുത്തത് എന്ന് പറഞ്ഞില്ല അദ്ദേഹം. നമ്മൾ ചന്ദ്രിക പത്രത്തിൽ സുനാമി ഫണ്ടിലേക്ക് പിരിവുകൾ വാങ്ങുന്നത് എത്രയോ കണ്ടു. ശിഹാബ് തങ്ങൾ ഹൈപ്പവർ ഗ്രൂപ്പിന്റെ ചെയർമാൻ ഇമാമുദ്ദീനിൽ നിന്ന് സുനാമി ദുരിതാശ്വാസ ഫണ്ട് ഏറ്റുവാങ്ങുന്ന ചിത്രമാണ് ചന്ദ്രികയിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ KNM പിരിച്ചെടുത്ത സംഖ്യ മുഖ്യമന്ത്രിക്ക് ചെക്കായി കൈമാറുന്ന ഫോട്ടോ ഇതാ ചന്ദ്രികയിൽ വന്നിരിക്കുന്നു. അങ്ങനെ മുസ്ലിം ലീഗിന്റെ KMCC-കളും മുസ്ലിം ലീഗിന്റെ പോഷക സംഘടനകളും തങ്ങൾ നേരിട്ടേൽപ്പിക്കുന്ന ഫോട്ടോ ചന്ദ്രികയിൽ നാം കണ്ടു. പക്ഷേ ഒരു ഫോട്ടോ മാത്രം നാം ചന്ദ്രികയിൽ കണ്ടില്ല. ഇങ്ങനെ മുസ്ലിം ലീഗ് സംഘടനയുടെ അക്കൗണ്ടിൽ വന്ന പണത്തിന്റെ ചെക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് കൈമാറുന്ന ഒരു ഫോട്ടോ, ഒരു വാർത്ത ഏതെങ്കിലും ഒരു ചന്ദ്രിക പത്രത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെങ്കിൽ പുനഃപ്രസിദ്ധീകരിക്കട്ടെ. അത് പുനഃപ്രസിദ്ധീകരിക്കുന്ന അന്ന് ഞാൻ എന്റെ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കും. തീർച്ചയാണ്, ആർക്കും യാതൊരു അഭിപ്രായ വ്യത്യാസവും വേണ്ട. സുനാമി ദുരിതാശ്വാസ നിധിയിലേക്ക് ചന്ദ്രിക പത്രം മാനേജ് ചെയ്ത ഫണ്ട് അയച്ചു കൊടുത്തു എന്ന് പറഞ്ഞു PKK ബാബ സാഹിബ് ഇന്നലെ ലൈനിലുണ്ടായിരുന്നു ഇന്ത്യ വിഷൻ. ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് അദ്ദേഹം ഉത്തരം പറഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞത് സംസ്ഥാന കമ്മിറ്റിയിൽ എല്ലാ കണക്കുകളും വെച്ച് പാസാക്കി എന്നാണ്. പിരിക്കാത്ത പണത്തിന്റെ കണക്ക് എങ്ങനെയാണ് സംസ്ഥാന കമ്മിറ്റിയിൽ അവതരിപ്പിക്കുക? പിരിക്കാത്ത പണത്തിന്റെ കണക്ക് എങ്ങനെയാണ് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രവർത്തക സമിതിയിൽ അവതരിപ്പിക്കുക? എനിക്ക് ഇനിയും പറയുവാനുള്ളത്, മുസ്ലിം ലീഗിന്റെ നേതൃത്വം അതിന്റെ വിശ്വാസ്യതം വീണ്ടെടുക്കാൻ ഈ അക്കൗണ്ടിൽ വന്ന പണം എത്രയാണ് എന്ന് വെളിപ്പെടുത്തണം. നമ്മൾ മാത്രമല്ല പിരിച്ചത്. CPM പിരിച്ചു ഫണ്ട്, ജമാഅത്തെ ഇസ്ലാമി പിരിച്ചു ഫണ്ട്, മനോരമ ശേഖരിച്ചു ഫണ്ട്. ആ ഫണ്ടിന്റെ എല്ലാ വിവരങ്ങളും, തലേ ദിവസം കിട്ടുന്ന പണത്തിന്റെ വിവരം തീർച്ചയായും എന്തിൽ രേഖപ്പെടുത്തി? അവരുടെ പത്രത്തിൽ രേഖപ്പെടുത്തി, അവരുടെ പ്രസിദ്ധീകരണത്തിൽ രേഖപ്പെടുത്തി. മുസ്ലിം ലീഗിന്റേത് മാത്രം നമ്മൾ എവിടെയും രേഖപ്പെടുത്തിയില്ല. ചന്ദ്രികയിൽ പ്രസിദ്ധീകരിച്ചില്ല. ലീഗ് നേതൃത്വം പറഞ്ഞു, കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു, ഞാൻ ആരെയും കുറ്റപ്പെടുത്തില്ല, ശിഹാബ് തങ്ങളെ കുറ്റപ്പെടുത്തില്ല, ഞാൻ മുസ്ലിം ലീഗിന്റെ മറ്റു നേതാക്കളെ കുറ്റപ്പെടുത്തില്ല. ഞാൻ ലീഗിന്റെ ഭരണഘടനയനുസരിച്ച് ജനവിനിയോഗത്തിന്റെ മുഴുവൻ ചുമതലയും ജനറൽ സെക്രട്ടറിക്കാണ്. അതുകൊണ്ടാണ് ഞാൻ കുഞ്ഞാലിക്കുട്ടിയോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നത്. നിങ്ങൾ ശേഖരിച്ച പണം എവിടെ പോയി? അത് നിങ്ങൾ ജനങ്ങളോട് തുറന്നു പറയണം. അതിനുവേണ്ടിയാണ് ഞാൻ ഈ പോരാട്ടം നടത്തുന്നത്. ഈ സംഖ്യ അതിന്റെ അർഹരായവർക്ക് എത്തിച്ചു കൊടുത്തേ ഈ പോരാട്ടം ഞങ്ങൾ അവസാനിപ്പിക്കൂ. സുനാമി പേരുന്നവർക്ക് ഈ പണം എത്തിച്ചു കൊടുത്തേ ഞങ്ങൾ ഈ പോരാട്ടം അവസാനിപ്പിക്കൂ. ഈ അക്കൗണ്ടിൽ വന്ന പണം എത്രയാണെന്ന് വെളിപ്പെടുത്തട്ടെ മുസ്ലിം ലീഗിന്റെ നേതൃത്വം. കുഞ്ഞാലിക്കുട്ടി വെളിപ്പെടുത്തട്ടെ. എന്നിട്ട് മതി ഞങ്ങളെപ്പോലുള്ള ആളുകളുടെ മേലുള്ള കുതിരകേറൽ എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. ഗുജറാത്ത് ഫണ്ടിനെ കുറിച്ച് ഞാൻ ചോദിച്ച കാര്യം നിങ്ങളോട് പറഞ്ഞു. മസ്കറ്റ് ഹോട്ടലിൽ ചേർന്ന മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രവർത്തക സമിതിയിൽ ഗുജറാത്ത് കലാപം നടന്ന് 2 വർഷങ്ങൾ കഴിഞ്ഞു. ഞാൻ ചോദിച്ചു, ഗുജറാത്തിലെ ദുരിതബാധിതരായ മുസ്ലിങ്ങൾക്ക് വേണ്ടി നമ്മൾ സ്വരൂപിച്ച പണമെവിടെ? അതെന്ത് ചെയ്തു? നമ്മൾ ഞെട്ടിത്തരിച്ചു നിൽക്കുകയായിരുന്നു കുഞ്ഞാലിക്കുട്ടി. അദ്ദേഹം പറഞ്ഞു, 30 ലക്ഷം രൂപ നമ്മൾ ശേഖരിച്ചിട്ടുണ്ട്, അത് അടുത്ത് തന്നെ വിനിയോഗിക്കും എന്ന്. 30 ലക്ഷം രൂപ 2 വർഷം മുമ്പ് ശേഖരിച്ചു. എന്നിട്ടത് സ്വന്തം കയ്യിൽ വെച്ചു. എല്ലാ സംഘടനകളും പിരിവ്
നമ്മളെന്താ എല്ലാവരെയും കുറിച്ച് പറയുക? നമ്മുടെ ഭരണത്തിലാണ് മുസ്ലിം ലീഗ് കേരളത്തിൽ. നമ്മൾ ശേഖരിച്ച് അയച്ചു കൊടുത്തു എന്ന് പറയുന്നത് 30 ലക്ഷം രൂപ. പക്ഷേ മുസ്ലിങ്ങളുടെ ശത്രുക്കൾ എന്ന് പലരും പറയുന്ന ഈ രാജ്യത്തെ CPM 40 ലക്ഷം രൂപ അവർ പ്രതിപക്ഷത്തായിരിക്കെ ഗുജറാത്തിലേക്ക് അയച്ചു കൊടുത്തു. മുസ്ലിം ലീഗിന്റെ PK കുഞ്ഞാലിക്കുട്ടി ലീഗിന്റെ ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹം. എത്ര തവണ ഡൽഹിയിലേക്ക് പറക്കുന്നുണ്ട് തന്റെ കേസുകൾ ഒതുക്കി തീർക്കാൻ. പക്ഷേ എപ്പോഴെങ്കിലും ഒരു ദിവസം ഗുജറാത്തിലെ അഹമ്മദാബാദിലേക്ക് പറക്കാൻ എന്തേ അദ്ദേഹം സമയം കണ്ടെത്തിയില്ല? മുസ്ലിം ലീഗിന്റെ 4 മന്ത്രിമാരും പോയില്ല. ഞാൻ ചോദിച്ചു, മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രവർത്തക സമിതി പിരിഞ്ഞതിന് ശേഷം അതിൽ ചോദിച്ചില്ല. കാരണം എല്ലാം കൂടി ചോദിക്കുവാനുള്ള സമയം അവർ അനുവദിക്കപ്പെട്ടില്ല. ലീഗിന്റെ ഉത്തരവാദപ്പെട്ട നേതാക്കന്മാരോട് ചോദിച്ചു, എന്തേ നമ്മളുടെ 4 മന്ത്രിമാരിൽ ഒരാളെങ്കിലും അങ്ങോട്ട് പോയില്ല? അവിടുത്തെ ദുരിതബാധിതരെ സാന്ത്വനിപ്പിച്ചില്ല. ജനാബ് അഹമ്മദ് സാഹിബ് മുസ്ലിം ലീഗിന് വേണ്ടി പോയി. പക്ഷേ അങ്ങനെയല്ലല്ലോ വേണ്ടത്. കേരളത്തിൽ മുസ്ലിം ലീഗ് ഭരണത്തിലാണ്. ഇവിടുത്തെ ലീഗിന്റെ മന്ത്രിമാർ പോകുന്നു എന്ന് പറയുമ്പോ ഗുജറാത്തിലെ പ്രയാസം അനുഭവിക്കുന്ന മുസൽമാന്റെ മനസ്സിൽ അതൊരു വലിയ ആശ്വാസത്തിന്റെ പേമാരിയായി പെയ്തൊന്നും പോയില്ല. നമുക്ക് ഓർമ്മയുണ്ട് CH-നെ ചാലയിൽ മുസ്ലിങ്ങളെ കൂട്ടക്കശാപ്പ് നടത്തപ്പെട്ട സമയത്ത് പോലീസ് ജീപ്പിന്റെ ഫുട്ബോളിൽ കയറി നിന്നുകൊണ്ട് കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി തിരുവനന്തപുരത്തെ ചാലാബസാറിലൂടെ സന്ദർശനം നടത്തി. കേടുകയായിരുന്ന തന്റെ സഹോദരന്മാരുടെ കണ്ണുകൾ അദ്ദേഹം ഒപ്പി അവരുടെ പുറത്ത് കൈ മുട്ടിക്കൊണ്ട് പറഞ്ഞു, ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ ധൈര്യമായിരിക്കുക, നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട്, നിങ്ങളുടെ കൂടെ മുസ്ലിം ലീഗുണ്ട്. ആ CH-ന്റെ പാർട്ടി ഇന്നിവിടെ എത്തിയിരിക്കുന്നു. മുസ്ലിം ലീഗിന്റെ കൾച്ചറില്ലത്രേ എനിക്ക്. എന്താണ് ലീഗിന്റെ കൾച്ചർ? പെൺവാണിഭ കേസിൽ പ്രതിയാകലാണ് മുസ്ലിം ലീഗിന്റെ കൾച്ചറെങ്കിൽ ആ ലീഗിന്റെ കൾച്ചർ തുടരാൻ എനിക്കതിന് കഴിയില്ല. ഈ രാജ്യത്ത് എല്ലാവിധ സാമ്പത്തിക അഴിമതിയും സാമ്പത്തിക ക്രയവിക്രയത്തിൽ സത്യസന്ധതയില്ലായ്മയും പ്രകടിപ്പിക്കലാണ് മുസ്ലിം ലീഗിന്റെ കൾച്ചറെങ്കിൽ നിങ്ങളുടെ ശൈലിയാണ്. നിങ്ങൾ ഭരണം നടത്തിയപ്പോഴാണ് ഈ മാധ്യമ പ്രവർത്തകരെ നിങ്ങൾ തച്ചോടിച്ചത്. എവിടെ നിന്ന്? കോഴിക്കോട് കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന്. നിങ്ങളിപ്പോഴും വസ്തുതകൾക്ക് മറുപടി പറയാൻ തയ്യാറാകുന്നില്ല. ഉത്തരമില്ലാതെ വരുമ്പോ കൊഞ്ഞനം നാട്ടുമ്പോൾ നിങ്ങൾ എന്തിനാണ് ഇത്? എന്തിനാണ് ഇത്തരത്തിലുള്ള ജൽപ്പനങ്ങൾ, പ്രവർത്തനങ്ങൾ? മുസ്ലിം ലീഗ് സംഘടനയെ നന്നാക്കിയെടുക്കുവാനുള്ള പ്രക്രിയയിൽ ഈ രാജ്യത്തുള്ള എല്ലാവരും പങ്കാളികളാകണം എന്നാണ് നമുക്ക് എല്ലാവർക്കും പറയാനുള്ളത്. നമുക്ക് ഈ രാജ്യത്തുള്ള ജനങ്ങളോട് ആവശ്യപ്പെടുവാനുള്ളത്, എന്റെ സഹോദരനുടെ മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ ആ മദ്യം വയറ്റിൽ കിടക്കണം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ ഇങ്ങനെ ആളുകളെ വിട്ട് കള്ളുകുടിയെ വിട്ട് സമ്മേളനം അലോസരപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നത് ആർക്കുമല്ല. എനിക്കെല്ലാം തുറന്നു പറയാനാകും നിങ്ങളുടെ മുമ്പിൽ. ഒന്നും മറച്ചു വെക്കേണ്ടതായിട്ടില്ല. ഒന്നും എനിക്ക് ആരോടും പറയേണ്ടതായിട്ടില്ല. എന്തിനു വേണ്ടിയാണ് മുസ്ലിം ലീഗ് സംഘടനയെ ഇങ്ങനെ ഇവർ അപമാനപ്പെടുത്തുന്നത്? എന്തിനു വേണ്ടിയാണ് ലീഗ് രാഷ്ട്രീയ സംഘടനയെ ഇവർ അപമതിച്ച് സംസാരിക്കുന്നത്? നിങ്ങളെല്ലാവരും ലീഗ് സംഘടന അതിന്റെ പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകുവാൻ ശ്രമിക്കണം എന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിക്കുവാനുള്ളത്, അപേക്ഷിക്കുവാനുള്ളത്. സുനാമി ദുരിതാശ്വാസ നിധി അതിന്റെ ബന്ധപ്പെട്ടവർക്ക് നൽകണം. എന്നിട്ട് കൈകളിൽ പാപക്കറ പറ്റിയത് കഴുകിക്കളയണം. അതിനുവേണ്ടി ശ്രമിക്കണം. എന്റെ മേൽ എന്ന് നിങ്ങൾ ആലോചിച്ചത് എനിക്ക് പ്രശ്നമല്ല. നിങ്ങൾ എന്തൊക്കെയാണ് ചന്ദ്രികാ പത്രത്തിൽ എന്നെ കുറിച്ച് എഴുതിയത്? ചന്ദ്രികാ പത്രത്തിൽ എന്നെ പുറത്താക്കിയതിന്റെ വാർത്ത പ്രസിദ്ധീകരിച്ചുകൊണ്ട് ഇങ്ങനെ എഴുതിയിരിക്കുന്നു:
മലപ്പുറം ജില്ലാ മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തക സമിതി അംഗമായിരിക്കെ സ്വഭാവ ദൂഷ്യത്തിന് ഇദ്ദേഹത്തെ മുമ്പ് പുറത്താക്കിയിട്ടുണ്ട് എന്ന്. അങ്ങനെ സ്വഭാവ ദൂഷ്യത്തിന് മലപ്പുറം ജില്ലാ യൂത്ത് ലീഗിന്റെ കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട എന്നെ യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാക്കിയത് എന്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു? എന്നെ ഈ രാജ്യത്തുള്ള ആളുകൾക്കറിയാം. എന്റെ നാട്ടുകാരുടെ മുമ്പിൽ എനിക്കിത് തുറന്ന് പറയാൻ കഴിയുന്നു എന്നുള്ളതാണ് എന്റെ ശക്തി. അതാണ്. എന്റെ ദൗർബല്യങ്ങൾ നിങ്ങൾക്കറിയാം. മുസ്ലിം ലീഗുകാർക്ക് മാത്രമേ ജോലി കൊടുക്കൂ എന്ന് ആരാണ് ഇവരോട് പറഞ്ഞത്? ഞാൻ ഈ വളാഞ്ചേരി ജുമാ മസ്ജിദിലെ ഖത്തീബിന്റെ മകൻ തിരുവനങ്ങാടി PSMO മാനേജ്മെന്റിന്റെ കീഴിലുള്ള ഹയർ സെക്കൻഡറി സ്കൂളിൽ ജോലി ലഭിച്ച് ജോലി എടുത്തുകൊണ്ടിരിക്കുന്നു. ലീഗ് പ്രവർത്തകനായതുകൊണ്ടാണോ കിട്ടിയത്? മുസ്ലിം ലീഗുകാരനല്ലാത്തത് കൊണ്ട് നിനക്കിവിടെ പണിയില്ല എന്ന് എന്റെ കോളേജ് മാനേജിംഗ് കമ്മിറ്റിയുടെ മാനേജർ പറയുകയാണെങ്കിൽ ആ നിമിഷം ഞാൻ എന്റെ ജോലി വലിച്ചെറിയും. സംശയം വേണ്ട, നിങ്ങൾക്ക് സംശയം വേണ്ട. എന്റെ മാനേജർ പറയട്ടെ. ഞാൻ ലെക്ചറായി PSMO കോളേജിൽ ചേരുന്ന സമയത്ത് ഇന്ത്യൻ നാഷണൽ ലീഗിന്റെ അഖിലേന്ത്യാ അധ്യക്ഷൻ ഇബ്രാഹിം സുലൈമാൻ സേഠ് സാഹിബായിരുന്നു കോളേജ് മാനേജിംഗ് കമ്മിറ്റിയുടെ പ്രസിഡന്റ്. ഇക്കാര്യം അറിയില്ല. കൂകി വിളിക്കുന്നവർ കുഞ്ഞാലിക്കുട്ടിയുടെ പുതിയ അവതാരങ്ങളാണ്. അവരാണ് കുഞ്ഞാലിക്കുട്ടിയുടെ പുതിയ പാദസേവകർ. കുഞ്ഞാലിക്കുട്ടിയുടെ അനുയായികളിൽ നിന്ന് ഇതല്ലാതെ നമുക്ക് പ്രതീക്ഷിക്കാൻ ആവില്ല. അവരാണല്ലോ ദീപ എന്ന് പറയുന്ന ഏഷ്യാനെറ്റിന്റെ പത്രപ്രവർത്തകരെ അപമാനിച്ചു വിട്ടത്. അവർക്ക് തെളിയിച്ചിരിക്കുന്നു. നിങ്ങളാണ് ഭാഗ്യത്തിന്റെ ഏറ്റവും വലിയ പ്രേരക ശക്തികളും പ്രണേതാക്കളും. ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കാട്ടുകയല്ല ചെയ്യേണ്ടത്, മറുപടി പറയാനാണ് തയ്യാറാവേണ്ടത്. നാളെ യോഗം വെച്ച് മറുപടി പറയട്ടെ ഇവർ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറയുന്നത് അടിസ്ഥാനരഹിതമാണെന്ന് തെളിയിച്ചാൽ ശിഷ്ടകാലം കുഞ്ഞാലിക്കുട്ടിയുടെ പാദസേവകനായി ഞാൻ ജീവിച്ചുകൊള്ളാം. ഞാൻ ഒരു കാര്യം പറയുന്നു, ഈ ജനങ്ങളുടെ കോടതിയിൽ ഞാൻ വരും. 15 വർഷക്കാലം ഈ കുറ്റിപ്പുറം നിയോജക മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്ത കുഞ്ഞാലിക്കുട്ടിയെ ഞാൻ വെല്ലുവിളിക്കുന്നു. ഒരു തവണ കൂടി ഇവിടെ അംഗത്തിന് തയ്യാറുണ്ടോ? മുസ്ലിം ലീഗ് പിരിച്ചെടുത്ത സുനാമി ഫണ്ടിന്റെ കണക്ക് പരസ്യപ്പെടുത്തണം. അതിന്റെ വിനിയോഗവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പൊതുജനങ്ങൾക്കറിയും വിധം വെളിപ്പെടുത്തണം എന്ന് ഞാൻ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ഒരു വലിയ വിവാദം തന്നെ ഉണ്ടായി. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അതിന് പറഞ്ഞ മറുപടി, അത് സംബന്ധമായിട്ടുള്ള എല്ലാ കണക്കുകളും പാർട്ടിയുടെ കമ്മിറ്റിയിൽ വെച്ചിരിക്കുന്നു എന്നും പാർട്ടിയുടെ കണക്കുകൾ, അതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ വഴിപോക്കരോടും തുറന്ന കത്തെഴുതുന്നവരോടും പറയേണ്ട ആവശ്യമില്ല എന്നുമായിരുന്നു. ഞാൻ അതിൻ്റെ കൂടെ തന്നെ മലപ്പുറത്ത് വെച്ച് മുസ്ലിം ലീഗിൻ്റെ ജില്ലാ സമ്മേളനത്തിൻ്റെ ജില്ലാ ഓഫീസിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഉന്നയിക്കുകയുണ്ടായി. വളരെ ബോധപൂർവം തന്നെ ഞാൻ പറഞ്ഞ ഒരു കാര്യമായിരുന്നു അത്. ജില്ലാ മുസ്ലിം ലീഗിൻ്റെ ഓഫീസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഒരു ഫണ്ട് സ്വരൂപിച്ചിരുന്നു. അതിൻ്റെ തറക്കല്ലിടൽ കർമ്മം മാത്രം കഴിഞ്ഞ് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ആരംഭിച്ചിട്ടില്ല. അത് സംബന്ധമായിട്ടുള്ള വിവരങ്ങൾ എന്താണ് എന്ന് ഞാൻ ചോദിച്ചിരുന്നു.
അതിന് മറുപടിയായി മുസ്ലിം ലീഗിൻ്റെ ജില്ലാ ജനറൽ സെക്രട്ടറി KPA മജീദ് സാഹിബ് മൊത്തം ഇത്ര രൂപ പിരിഞ്ഞു കിട്ടി എന്നും അത് സംഘടനയുടെ സജീവാംഗങ്ങളിൽ നിന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെയും ബാങ്കുകളിലെയും പാർട്ടിയുടെ പ്രതിനിധികളിൽ നിന്നും ശേഖരിച്ച തുകയാണെന്നും അതിൽ ഇത്ര രൂപ സ്ഥലം വാങ്ങുവാൻ വേണ്ടി ചെലവഴിച്ചു എന്നും ഒക്കെയുള്ള വളരെ വ്യക്തമായ കണക്ക് പത്രങ്ങൾക്ക് പ്രസിദ്ധീകരണത്തിന് നൽകുകയുണ്ടായി. ലീഗ് പിരിച്ചെടുത്ത സുനാമി ഫണ്ടിൻ്റെ കണക്ക് പാർട്ടി ഫോറത്തിൽ പറഞ്ഞാൽ മതി എന്നും മുസ്ലിം ലീഗിൻ്റെ മലപ്പുറം ജില്ലാ ഓഫീസിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി പിരിച്ചെടുത്ത പണത്തിൻ്റെ കണക്ക് പരസ്യമായി വെളിപ്പെടുത്താമെന്നും വരുന്നത് വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞതാണ്. രണ്ട് ഫണ്ടുകൾക്ക് രണ്ട് മാനദണ്ഡങ്ങൾ എങ്ങനെയാണ് ഉണ്ടാവുക? സാങ്കേതികമായി പറഞ്ഞാൽ പാർട്ടി ഫോറത്തിൽ പറയേണ്ട കണക്കാണ് പാർട്ടിയുടെ ജില്ലാ ഓഫീസിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട കണക്ക്. അത് പക്ഷേ ജില്ലാ ജനറൽ സെക്രട്ടറി പ്രസിദ്ധപ്പെടുത്തി. അതേസമയം പൊതുജനങ്ങളോട് പറയേണ്ട കണക്കാണ് സുനാമി ഫണ്ടിൻ്റെ കണക്ക്. അതിനെ സംബന്ധിച്ച് അത് പാർട്ടി ഫോറത്തിൽ പറഞ്ഞാൽ മതി, വെളിപ്പെടുത്തേണ്ട കാര്യമില്ല എന്നാണ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി സ്വീകരിച്ച ഒരു നിലപാട്. ഇതിൽ തികച്ചും വൈരുദ്ധ്യമുണ്ട്. ഇത് വ്യക്തമാക്കുന്നത് ഒന്നിന് കണക്കുണ്ട് എന്നുള്ളതും മറ്റൊന്നിന് കണക്കില്ല എന്നുള്ളതുമാണ്. കണക്കുള്ള ജില്ലാ ഓഫീസിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിഷയം പത്രങ്ങൾക്ക് പ്രസിദ്ധീകരണത്തിന് നൽകി. എന്നാൽ ഇപ്പോഴും തിട്ടപ്പെടുത്തി കണക്കുകൾ പറയാൻ ആവാത്തതുകൊണ്ട് സുനാമി ഫണ്ടിൻ്റെ കാര്യത്തിൽ അവ്യക്തത തുടരുകയാണ്. പാർട്ടി ഇക്കാര്യത്തിൽ ഇനിയും കാര്യങ്ങൾ വ്യക്തമാക്കേണ്ടതുണ്ട്. നേതാക്കന്മാർ വ്യത്യസ്തങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുന്നത് അവസാനിപ്പിക്കണം. വ്യക്തമായ ഒരു അഭിപ്രായം എല്ലാവരും ഈ ചോദ്യത്തിന് നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം. ഒരു ചോദ്യം 100 നേതാക്കന്മാരോട് ചോദിച്ചാൽ 100 അഭിപ്രായങ്ങൾ കിട്ടുന്ന 100 ഉത്തരങ്ങൾ കിട്ടുന്ന ഒരു ചോദ്യം. ആ ചോദ്യം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് സുനാമി ഫണ്ടുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് എന്ന ഉത്തരമേ നമുക്കെല്ലാവർക്കും ലഭിക്കുകയുള്ളൂ. ഈ ഒരു സാഹചര്യം മുസ്ലിം ലീഗിൻ്റെ വിശ്വാസ്യതയെ വല്ലാതെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. പാർട്ടി പ്രവർത്തകന്മാർക്ക് പാർട്ടി പിരിക്കുന്ന ഫണ്ടിൻ്റെ കാര്യത്തിൽ ഉറച്ച വിശ്വാസമുണ്ട്. നേതാക്കന്മാർ അതെങ്ങനെ വിനിയോഗിക്കുമെന്നുള്ളതിനെ സംബന്ധിച്ച് അവർക്ക് ഉത്തമ ബോധ്യമുണ്ട് എന്നാണ് സുനാമി ഫണ്ടിൻ്റെ വിനിയോഗവുമായി ബന്ധപ്പെട്ട് ജില്ലാ ലീഗിൻ്റെ നേതാക്കന്മാരും സംസ്ഥാന മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരും ഒക്കെ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ അർത്ഥം മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗിൻ്റെ കമ്മിറ്റിയിൽ ജനങ്ങൾക്ക് വേണ്ടത്ര അല്ലെങ്കിൽ പ്രവർത്തകന്മാർക്ക് വേണ്ടത്ര വിശ്വാസമില്ല. അതുകൊണ്ട് ഞങ്ങൾ ജില്ലാ ലീഗ് ഓഫീസിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഫണ്ടിൻ്റെ കണക്ക് പ്രസിദ്ധീകരിക്കുന്നു, അല്ലെങ്കിൽ പത്രങ്ങളോട് പറയുന്നു. സുനാമി ഫണ്ടിൻ്റെ കണക്ക് ഞങ്ങൾ പറയുന്നില്ല. ഇത് തീർച്ചയായും വീണ്ടും വീണ്ടും അവ്യക്തത നിലനിൽക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. വ്യക്തിപരമായ ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഇപ്പോൾ മാത്രം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? സാമ്പത്തിക ക്രമക്കേടും പിരിവും ഞാൻ നടത്തിയിട്ടുണ്ട് എങ്കിൽ 4-5 മാസങ്ങൾക്ക് മുൻപ് എന്നെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്ത സമയത്ത് അത് പറയണമായിരുന്നു. അന്ന് ഞാൻ സസ്പെൻഡ് ചെയ്യപ്പെട്ടത് കരിമണൽ ഖനനം, എക്സ്പ്രസ് ഹൈവേ തുടങ്ങിയ വിഷയങ്ങളിലുള്ള എൻ്റെ അഭിപ്രായം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇപ്പോൾ ഞാൻ ഉന്നയിച്ചിരിക്കുന്ന പ്രശ്നം സാമ്പത്തിക ക്രമക്കേടിൻ്റേത് ആണ് എന്നുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ
ഒരു പൊതു ഫണ്ടിൻ്റെ വിനിയോഗവുമായി ബന്ധപ്പെട്ട വിഷയമാണ് എന്നുള്ളത് കൊണ്ട് സാമ്പത്തിക ക്രമക്കേട് എൻ്റെ മേലും ആക്ഷേപിച്ചുകൊണ്ട് രക്ഷപ്പെടുവാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഹീനമായ പ്രചാരവേലകൾ പാർട്ടി നടത്തുന്നത്. എന്നെ അറിയുന്ന ആളുകൾക്കറിയാം, എൻ്റെ നാട്ടുകാർക്കറിയാം എന്താണ് ഈ നാട്ടിൽ നിന്ന് പിരിവ് നടത്തിയെന്ന് പറയാത്തത്. വിദേശത്ത് മാത്രമേ പണമുള്ളൂ. ആദ്യം പറഞ്ഞു ഖത്തറിൽ നിന്നാണ് ഞാൻ പിരിവ് നടത്തിയത്. 6 വർഷം മുമ്പാണ് ഞാൻ ഖത്തറിൽ പോയത്. ഖത്തർ KMCC നേതാക്കന്മാരോട് അതിനെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ അവർ മൗനം അവലംബിച്ചു എന്ന് മാധ്യമം തന്നെ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. ഞാൻ 3-4 മാസങ്ങൾക്ക് മുമ്പ് പോയത് കുവൈത്തിലേക്കാണ്. ആ വിവരം നേതാക്കന്മാർക്ക് അറിയില്ലായിരുന്നു, അല്ലെങ്കിൽ അവർ ഞാൻ ഖത്തറിലേക്കാണ് പോയത് എന്ന് തെറ്റിദ്ധരിച്ചു. അതുകൊണ്ടാണ് ഖത്തറിൽ പോയി വിവാദ കാലത്ത് ഞാൻ അനധികൃതമായി പിരിവ് നടത്തി എന്ന് അവർ ആക്ഷേപിച്ചത്. അപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഖത്തറിലേക്കല്ല പോയത്, കുവൈത്തിലേക്കാണ്. അപ്പോൾ അവർ പറഞ്ഞു കുവൈത്തിൽ നിന്നും ഞാൻ അനധികൃതമായി പിരിവ് നടത്തിയിട്ടുണ്ട് എന്ന്. ഇങ്ങനെ അഭിപ്രായങ്ങൾ മാറ്റി മാറ്റി പറയുന്നത് മുസ്ലിം ലീഗിനെ പോലെ ഒരു രാഷ്ട്രീയ സംഘടനയുടെ നേതൃത്വത്തിലിരിക്കുന്നവർക്ക് യോജ്യമല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായവും വിലയിരുത്തലും. എന്നെ ഇന്നുവരെ ഞാൻ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കാനുണ്ട് എന്നുള്ളതിൻ്റെ പേരിൽ എൻ്റെ വീട്ടിലാരെങ്കിലും കയ്യേറ്റത്തിന് വരികയോ അങ്ങാടിയിൽ വെച്ച് എൻ്റെ കാറ് തടഞ്ഞു നിർത്തി ആ കാർ അപഹരിക്കാനുള്ള ശ്രമം നടത്തുകയോ അതല്ലെങ്കിൽ പൊതുയോഗത്തിന് പോകുന്ന സ്ഥലത്ത് വെച്ചുകൊണ്ട് വളഞ്ഞു വെച്ച് വാങ്ങിയ പണം എവിടെ എന്ന് ചോദിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. എന്നെ സംബന്ധിച്ച് ഇത്യാദി ആരോപണങ്ങൾ പറയുന്നവരെ സംബന്ധിച്ചും നിങ്ങൾ ഒരു നിഷ്പക്ഷമായ അന്വേഷണം നടത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്നെ സംബന്ധിച്ച് എൻ്റെ നാട്ടിൽ വന്നുകൊണ്ട് നിങ്ങൾക്ക് അന്വേഷിക്കാം. എനിക്കെതിരെ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്ന എൻ്റെ മാന്യ സ്നേഹിതൻ അബ്ദുറഹിമാൻ രണ്ടത്താണിയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ നാട്ടിൽ പോയും നിങ്ങൾക്ക് അന്വേഷിക്കാം. ആരാണ് ഇത്യാദി കാര്യങ്ങളിൽ അന്യായം കാണിക്കുന്നത് എന്ന്, അനധികൃതമായി കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് അപ്പോൾ നിങ്ങൾക്ക് ബോധ്യമാകും. ജില്ലാ പഞ്ചായത്തിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം രാജിവെച്ചുകൊണ്ട് ഞാൻ നടത്തിയ പ്രസ്താവനയിൽ ഒരു കാര്യം പറഞ്ഞിരുന്നു. ഞാൻ 16,000 ചില്ലാനം രൂപയാണ് എൻ്റെ TA ഇനത്തിൽ വാങ്ങിയത് എന്ന്. ഞാനാണ് ഏറ്റവും കുറഞ്ഞ TA വാങ്ങിയത് എന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് വിജയഭേരി വിദ്യാഭ്യാസ പദ്ധതി എന്ന് പറയുന്ന ഒരു വലിയ പദ്ധതി നമ്മളുടെ ജില്ലയിൽ നടപ്പിലാക്കി. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധയാകർഷിക്കപ്പെട്ട ഒരു പദ്ധതിയായിരുന്നു അത്. 33% നിന്ന് 58% ജില്ലയുടെ SSLC വിജയ ശതമാനം ഉയർന്നു. അതുമായി ബന്ധപ്പെട്ട് നിരവധി യാത്രകൾ എനിക്ക് നടത്തേണ്ടി വന്നിട്ടുണ്ട്. തിരുവനന്തപുരത്തേക്കും അതുപോലെ തന്നെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വിവിധ സ്കൂളുകളിലേക്കും എല്ലാമായിട്ട്. വിജയഭേരിയുടെ കോർഡിനേറ്റർമാരുടെ നിയമനം, വിജയഭേരിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ, അങ്ങനെ ഒട്ടനവധി യാത്രകൾ എനിക്ക് നടത്തേണ്ടി വന്നു. എന്നിട്ട് പോലും ഇത്രയേ TA ഞാൻ വാങ്ങിയിട്ടുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് വാങ്ങേണ്ടി വന്നിട്ടുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ഏറ്റവും കുറഞ്ഞ TA ഞാനാണ് വാങ്ങിയത് എന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. എല്ലാം സുതാര്യമാകണം എന്നുള്ളത് കൊണ്ടാണ് ഇക്കാര്യങ്ങളൊക്കെ ഞാൻ വെളിപ്പെടുത്തിയത്. ഞാൻ പറയാത്ത കാര്യങ്ങൾ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് എന്നെ അധിക്ഷേപിക്കാനാണ് ചില ആളുകൾ ശ്രമിക്കുന്നത്. ആ ശ്രമങ്ങളെയൊക്കെ ജനങ്ങൾ തിരിച്ചറിയും എന്ന് മാത്രമേ എനിക്ക് പറയുവാനുള്ളൂ. പിന്നെ ഞാൻ പറ്റിയ ആനുകൂല്യങ്ങളെ സംബന്ധിച്ച് ഇവിടെ ചില ആളുകളൊക്കെ പ്രചരിപ്പിക്കുന്നു, പറയുന്നു എന്നും എനിക്കറിയാൻ സാധിച്ചു. തിരുരങ്ങാടി PSMO കോളേജിൽ എനിക്ക് ജോലി കിട്ടിയത് പാർട്ടി കൊണ്ടാണ്. മുസ്ലിം ലീഗുകാർക്ക് മാത്രം ജോലി കൊടുക്കാനുള്ള സ്ഥാപനമല്ല തിരുരങ്ങാടി PSMO കോളേജ്. തിരുരങ്ങാടി PSMO കോളേജിൻ്റെ വളരെ കാലത്തെ 10-20 വർഷമായി അതിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്ത് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് മരിക്കുന്നത് വരെ ഇരുന്നിരുന്നത് ഇബ്രാഹിം സുലൈമാൻ സെഡ് സാഹിബാണ്. ഞാൻ തിരുരങ്ങാടി കോളേജിൽ ചേരുന്ന സമയത്ത് മാനേജിംഗ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ജനാബ് ഇബ്രാഹിം സുലൈമാൻ സെഡ് സാഹിബാണ്. മുസ്ലിം ലീഗ് ആയി എന്നുള്ളത് കൊണ്ട് മാത്രം ഒരിക്കലും അവിടെ ഒരാൾക്കും ജോലി ലഭിക്കില്ല. അങ്ങനെയാണെങ്കിൽ അവിടെ ജോലി ചെയ്യുന്നവരിൽ
99% ലീഗുകാർ മാത്രമാകണം. ഞാൻ പറയുന്നു, അവിടെ ജോലി ചെയ്യുന്നവരിൽ മഹാഭൂരിഭാഗവും മുസ്ലിം ലീഗുകാരല്ല, ലീഗേതര പാർട്ടികളിൽ പ്രവർത്തിക്കുന്നവരാണ്. യോഗ്യത നോക്കിയാണ് തിരൂരങ്ങാടി കോളേജിൽ നിയമനം നൽകുന്നത്. ആ കോളേജിൻ്റെ ഇന്നേ വരെയുള്ള റെപ്യൂട്ടേഷൻ എന്ന് പറയുന്നത് അതാണ്. അല്ലാതെ പാർട്ടിയിലായി എന്നുള്ളത് ഒരിക്കലും, പാർട്ടിയിൽ അംഗമായി എന്നുള്ളത് അല്ലെങ്കിൽ ആ ഒരു യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ മാത്രം ആർക്കും ജോലി കൊടുക്കാനാവില്ല. അതിന് ചില നിശ്ചിത യോഗ്യതകളുണ്ട്. ആ യോഗ്യതയുള്ള ആളുകൾക്കേ ജോലി കൊടുക്കാൻ കഴിയുകയും ധനവിനിയോഗത്തിൻ്റെ ആക്ഷേപങ്ങളും ഇത്യാദി വില കുറഞ്ഞ ആരോപണങ്ങളും ഉന്നയിച്ചുകൊണ്ട് അടിസ്ഥാനപരമായി ഞാൻ ഉന്നയിച്ച ഒരു വിഷയത്തിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ. പറഞ്ഞതിന് മറുപടി പറയുകയല്ലാതെ മറ്റുള്ള കാര്യങ്ങളിലേക്ക് കടക്കാതിരിക്കലാണ് എല്ലാവർക്കും നല്ലത്. അങ്ങനെ കടന്നാൽ പല കാര്യങ്ങളും പലരെ സംബന്ധിച്ചും പറയാനുണ്ടാകും. അതൊക്കെ വളരെ താഴ്ന്ന ഒരു തലത്തിലേക്ക് ഈ വിഷയത്തെ കൊണ്ടുപോകും. ഗൗരവതരമായ ഒരു വിഷയത്തെ അതീവ ഗൗരവത്തോടു കൂടി തന്നെ കാണണം എന്നാണ്, അല്ലെങ്കിൽ അത് ആ ഒരു തലത്തിൽ തന്നെ നിലനിൽക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായവും കാഴ്ചപ്പാടും. യോഗത്തിൽ മുസ്ലിം ലീഗിൻ്റെയോ അല്ലെങ്കിൽ യൂത്ത് ലീഗിൻ്റെയോ ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്നവർ ആരും ഉണ്ടായില്ല എന്ന് പറഞ്ഞു. എൻ്റെ സ്വീകരണ സമ്മേളനത്തിൻ്റെ സ്വാഗതം പറഞ്ഞ ബഷീർ മാസ്റ്റർ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ മലപ്പുറം വളാഞ്ചേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റാണ്. എൻ്റെ സ്വീകരണ യോഗത്തിന് നന്ദി രേഖപ്പെടുത്തിയ VP സിദ്ദീഖ് മുസ്ലിം ലീഗിൻ്റെ പഞ്ചായത്ത് വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ്. 3-ാം വാർഡ് മുസ്ലിം ലീഗിൻ്റെ ഭാരവാഹിയാണ്. അതുപോലെ തന്നെ സ്റ്റേജിലുണ്ടായിരുന്ന മമ്മി ഏറെക്കാലം മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകനായിരുന്നു. പിന്നെ അദ്ദേഹം ഗൾഫിലേക്ക് പോയി ഫുജൈറയിൽ KMCCയുടെ ജനറൽ സെക്രട്ടറിയായി വളരെ കൂടുതൽ കാലം പ്രവർത്തിക്കുകയുണ്ടായി. ഇപ്പോഴും അദ്ദേഹം സജീവ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകനാണ്. ലീഗിൻ്റെ പ്രവർത്തകരാണ് എനിക്ക് സ്വീകരണ പരിപാടി ഒരുക്കിയത്, അല്ലാതെ മറ്റുള്ള പാർട്ടിക്കാർ അല്ല. അങ്ങനെ ഒരു ദുര്യോഗം എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞത് സത്യമാണ് എന്ന് ആരെക്കാളും അധികം എൻ്റെ നാട്ടുകാർക്കറിയാം. ഞാൻ സത്യത്തിൻ്റെ ഭാഗത്തും നീതിയുടെ ഭാഗത്തും നിന്നു എന്ന് ആരെക്കാളും അധികം അവർക്കറിയാം. അതുകൊണ്ട് ഇത്യാദി അടിസ്ഥാനരഹിതങ്ങളായിട്ടുള്ള ആക്ഷേപങ്ങൾ പറഞ്ഞുകൊണ്ട് എന്നെ ജനമധ്യത്തിൽ താറടിച്ച് കാണിക്കാൻ ആരും ശ്രമിക്കേണ്ടതില്ല എന്നാണ് എനിക്കതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഞാൻ ഖത്തറിൽ പോയി പണപ്പിരിവ് നടത്തിയത് 5 വർഷങ്ങൾക്ക് മുമ്പാണെന്നാണ് പാർട്ടി പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തോട്, അബ്ദുറഹ്മാൻ ഇടത്താണിയോട് ചോദിച്ചു, 5 വർഷം മുമ്പുള്ളതിൻ്റെ ആക്ഷേപങ്ങൾ ഇപ്പോഴാണോ പാർട്ടിക്ക് കിട്ടിയത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് നേരത്തെ തന്നെ കിട്ടിയിരുന്നു, എന്നാൽ പാർട്ടിയുടെ ഒരു സ്ഥാനത്തിരിക്കുന്ന ആൾക്കെതിരായുള്ള ആക്ഷേപം അന്ന് പറയേണ്ടതില്ല എന്നുള്ളത് കൊണ്ട് പറഞ്ഞില്ല എന്നാണ്. എന്തൊരു വിഡ്ഢിത്തമാണ് അദ്ദേഹം പറയുന്നത്. ആരെങ്കിലും തെറ്റ് ചെയ്താൽ എത്ര വലിയ സ്ഥാനത്തിരിക്കുന്നയാളായാലും അയാൾ ആ സ്ഥാനത്ത് നിന്ന് മാറ്റുകയല്ലേ വേണ്ടത്. തെറ്റുകൾക്ക് കൂട്ടുനിൽക്കുകയല്ലല്ലോ പാർട്ടി വേണ്ടത്. പ്രത്യേകിച്ച് ധനവിനിയോഗവുമായി ബന്ധപ്പെട്ട കുറ്റങ്ങളാകുമ്പോൾ അക്കാര്യത്തിൽ കർശനമായ കാർക്കശ്യത പാർട്ടി പുലർത്തണം. ആരുടെ കാര്യത്തിലും ഒരു വിട്ടുവീഴ്ചയും പാർട്ടി ചെയ്യാൻ പാടില്ല. ഇന്ന് വരെ പാർട്ടി അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. ആക്ഷേപം കിട്ടിയാൽ അന്വേഷിക്കും, ശിക്ഷാ നടപടികൾ എടുക്കും. എന്തേ ശിക്ഷാ നടപടികൾ എടുക്കാതിരുന്നത്? എനിക്കെതിരെ എന്തേ ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉന്നയിക്കപ്പെടാതെ പോയത്? അതിനുശേഷമാണ്, എങ്കിൽ ആ ഖത്തറിൽ ഞാൻ പോയതിന് ശേഷമാണ്, 2000 മാർച്ചിലാണ് ഞാൻ ഖത്തറിലേക്ക് പോകുന്നത്. അതിനുശേഷമാണ് ജില്ലാ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് തന്നെ നടക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ജില്ലാ പഞ്ചായത്തിൻ്റെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാനാക്കി എന്നെ പാർട്ടി. അങ്ങനെ ആക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇങ്ങനെ ഒരു ആക്ഷേപം ഉന്നയിക്കപ്പെട്ട ഒരാളെ വീണ്ടും എന്തിനാണ് വലിയ സ്ഥാനങ്ങൾ നൽകുന്നത്? അതിൻ്റെ ആവശ്യമില്ല. കാര്യങ്ങൾ പറയുമ്പോൾ ജനങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ പറയുക. നുണകൾ പറയുമ്പോൾ
കുറച്ചുകൂടി വിശ്വാസയോഗ്യമായിട്ടുള്ള നുണകൾ പറഞ്ഞാൽ അത്രയും പാർട്ടിയുടെ മുഖം രക്ഷിക്കാൻ ഇവർക്കാകും. എനിക്ക് തോന്നുന്നു ഇത്തരത്തിലുള്ള പ്രസ്താവനകളും ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങളും ഒക്കെ അബ്ദുറഹിമാൻ രണ്ടത്താണി പറയുമ്പോൾ എനിക്ക് തമാശയായി എൻ്റെ മനസ്സിൽ തോന്നാറുണ്ട്, അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു ചെറിയ മാറ്റം വരുത്തണമെന്ന്. അബ്ദുറഹിമാൻ രണ്ടത്താണി എന്നുള്ളതിന് പകരം അബ്ദുറഹിമാൻ മണ്ടത്താണി എന്ന് ആക്കേണ്ടി വരുമോ അദ്ദേഹത്തിൻ്റെ പേര് എന്നാണ് ഇത്തരത്തിലുള്ള മണ്ടത്തരങ്ങൾ അദ്ദേഹം പറയുമ്പോൾ എനിക്ക് പറയാൻ തോന്നുന്നത്.